الحمد لله رب العالمين. الحمد لله الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. أحمده على ما قضى وأبرم، وأشكره على ما أعطى وأنعم، وأشهد أن لا إله إلا الله رب الجود والكرم، وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله سيد أرباب التبجيل والتكريم. صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وأهل بيته أجمعين، صلاة وسلاما دائمين متلازمين، وسلم تسليما كثيرا أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها، وجعل بينكم مودة ورحمة، إن في ذلك لآيات لقوم يتفكرون. وقال تعالى أيضا: إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات
صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا ربي بالمصطفى بلغ مقاصدنا واصفح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلبيما من ناس غزالي. يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. يا ربي هيا لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا حسنى لنا مددا. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ ജമാഅത്തിലെ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ്, ഈ നാട്ടിലെ നാട്ടുകാരനും നമ്മുടെ എല്ലാം വേണ്ടപ്പെട്ടവരുമായ ബഹുമാനപ്പെട്ട റിസ്വി ഉസ്താദ് അവറുകൾ, മറ്റും ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന സാദാത്തുക്കളെ, ആരിഫീങ്ങളെ, സയ്യിദന്മാരെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മപങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിന്റെ സദസ്സ് അല്ലാഹു ഒരു സ്വർഗീയ സദസ്സാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂടലിന്റെ ബർക്കത്ത് കൊണ്ട് മാപ്പ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെ രോഗങ്ങളും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ പേരിൽ അതെല്ലാം നമ്മിൽ നിന്ന് വിദൂരമാക്കി അല്ലാഹു നമുക്ക് പരിപൂർണമായ ആരോഗ്യം, ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഏതൊരു മഹത്തുക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയോ അല്ലാഹു അവരുടെ ദറജാത്തുകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും നമ്മുടെ നസീഹത്തിലും നമ്മുടെ വരവിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ ഇടങ്ങേറ് മുസീബത്തുകളെ തൊട്ടെല്ലാം അല്ലാഹു ബഹുമാനപ്പെട്ട ശുഹദാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുർമരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്ത് അവസാനം മരിക്കുന്ന സമയം നല്ല മരണം, നല്ല രാവിൽ, നല്ല ദിവസത്തിൽ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചു മരിക്കുന്ന സദ്ഗുണ സമ്പന്നരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സദസ്സിന്റെ ഒരു ബർക്കത്താണ് സദസ്സിന്റെ ഉള്ളിൽ വന്നിരിക്കുക എന്നുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട അംഗക്കളരി പറഞ്ഞതുപോലെ 10,000 മലക്കുകളും ജിന്നുകളും ഇൻസുകളും ഒക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. പക്ഷെ മലക്കുകൾക്കും ജിന്നുകൾക്കും നമുക്ക് കസേര ഇടേണ്ടതില്ല, ഇൻസുകളായ നമുക്ക് കസേര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിറകിലിരിക്കുന്നവർ മുന്നോട്ട് കയറിയിരിക്കും, എഴുന്നേറ്റ് എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുക. ആദ്യം മുതലിരിക്കും. ഈ സൈഡ് എല്ലാവരും എഴുന്നേറ്റ്, ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കയറി.
ആ വെളിയിലിരിക്കുന്നവരെ കൂടെ അകത്തേട്ട് ഒന്ന് കയറ്റിയിരുത്ത്. ഈ പുറത്തിരിക്കുന്നവരൊക്കെ അകത്തോട്ട് കയറിയിരിക്കും. സൗണ്ടില്ലല്ലോ, അതാണോ? എന്നാ അതെടുത്തോ. അതോ കുറച്ച് ആണോ? അതാ പിന്നെ സൗണ്ട് കുറച്ച് ബാസ് കയറ്റിക്കോ ചെറുതായിട്ട്. അത് വെച്ചാൽ മതിയോ? മുന്നോട്ട് പിടിച്ചിരുത്തിച്ച് കയറിയിരിക്കും മനുഷ്യ. പറഞ്ഞാ പിന്നെ കേൾക്കാതെ എന്നെ കൊണ്ട് ചൊടിപ്പിക്കാതെ. എന്താ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുറച്ചുകൂടെ മുന്നോട്ട് കയറിയിരിക്കാനുണ്ട്. ചെങ്ങ പറഞ്ഞാൽ ഇങ്ങോട്ട് മുന്നോട്ട് കയറി. ആദ്യത്തെ സഫലിരിക്കുന്നവർക്ക് 2 കിലോ ഇറച്ചി വീതമുണ്ടെന്ന് പറഞ്ഞാൽ റാഹത്തായിട്ട് ആദ്യം കയറി. മുന്നോട്ട് കയറിയിരുന്ന് പറഞ്ഞാലും മുന്നോട്ട് കയറിയിരിക്കണം. അതാണല്ലോ അതിന്റെ ഒരു മഹത്വം. പറയുമ്പോൾ പിന്നെ നിങ്ങൾ കേൾക്കാത്തത്. നമ്മുടെ ഉറൂസിന്റെ സമാപന ദിവസമാണ്. ഈ സമാപന ദിവസത്തിൽ ഒരുപാട് ആലിമീങ്ങൾ ഇരിക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ആമീൻ നമുക്കിന്ന് കിട്ടും. ഇനി മഹാനായ തങ്ങൾ വരുന്നുണ്ട്, ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി റാഹത്തായിട്ട് ഇരുന്നെങ്കിലേ നമുക്കും ഈ പ്രസംഗം വരുള്ളൂ. എല്ലാവരും ഉണ്ട്, എല്ലാ ചുറ്റുവട്ടാരത്തിൽ. ചന്തയിലൊക്കെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും കുറെ എണ്ണം അവിടെ കറങ്ങുന്നുണ്ട്. ഉറൂസ് വലിയ മഹാന്മാരുടെ സ്മരണകൾ പുതുക്കുമ്പോ നമ്മൾ അറിയപ്പെടാത്ത പല മഹത്തുക്കളും നമ്മുടെ ഈ മണ്ണിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ശുഹദാക്കളുണ്ട്. പോർച്ചുഗീസുകാരുമായി പടവെട്ടിയ 300ഓളം ശുഹദാക്കളിൽ 10-13 പേര് നമ്മുടെ ഈ നാട്ടിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ദിവസം അവിടെ പോയി രാത്രി സിയാറത്ത് ചെയ്തു. ഒരു ഹൃദ്യമായ ഒരു അനുഭവം അതിൽ നിന്ന് എനിക്ക് ഉണ്ടാവുകയുണ്ടായി. അന്നത്തെ ഒരു ദിവസത്തിലെ പ്രഭാഷണം ഭയങ്കര ഗംഭീരമായിരുന്നു. ഒരു വല്ലാത്ത ഒരു മണം ആസ്വദിക്കാൻ. ശുഹദാക്കളാണ്, കാരണം ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരല്ല. അവർ ശുഹദാക്കളാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവർ അവർ മരിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇല്ല, അല്ലാഹുവിങ്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ശുഹദാക്കൾ. അല്ലാഹു നമ്മുടെ അമലുകളിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ആദ്യത്തെ പടി അല്ലാഹു തആല അതാണ് നൽകുന്നത് ശുഹദാക്കൾക്കാണ്. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ശുഹദാക്കൾ നമ്മുടെ ഈ നാട്ടിൽ അടങ്ങിയിട്ടുണ്ട്. മഹാന്മാരടങ്ങിയിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും അല്ലാഹു ഒരു ആത്മീയമായ ആനന്ദം, ഉണർവ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൗതികമായ ലോകമാകെ ഇടങ്ങേറ് മുസീബത്തുകളും കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ചെറുപ്പക്കാര്, കുട്ടികള്, ചെറുപ്പക്കാര്, യുവാക്കള്, ബാല്യക്കാരെല്ലാം ഇന്ന് കഞ്ചാവിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 13 വയസ്സ് 12 വയസ്സ് കുട്ടികളൊക്കെ കഞ്ചാവ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് മോചിപ്പിക്കുമാറാകട്ടെ. അതിന് ഈ പരിശുദ്ധമായ ഇൽമിന്റെയും ഇതേപോലുള്ള മഹാന്മാരടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് അവരെ കുറിച്ച്, അവരുടെ ഭൂതകാല ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു മാതൃകകൾ അതിൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ കഴിയും. അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കലും പഠിപ്പിക്കലുമാണ് നമ്മുടെ ഈ ഇവിടുത്തെ ഈ ഉറൂസ് കൊണ്ട് 7 ദിവസത്തോളം ആഗ്രഹിക്കുന്നത്. അത് അൽഹംദുലില്ലാഹ് കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിക്കാണും. അതുകൊണ്ട് അത് ആഗ്രഹിച്ചു വരുന്നവർ, കൊതിച്ചു വരുന്നവർ ആ ഇൽമിന്റെ മജ്ലിസിന്റെ ഉള്ളിൽ ഇരുന്ന് സഹകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ആനന്ദം, ഒരു സന്തോഷം അള്ളാഹു നമുക്ക് നൽകും. ആത്മീയമായ നിർവൃതി അള്ളാഹു നമുക്ക് നൽകും. അത് ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാലേ കിട്ടുള്ളൂ, പുറത്തിരുന്നാൽ അത് കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കുന്നവരൊക്കെ വേണമെങ്കിൽ അകത്ത് കയറി ഇരുന്നോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ കൂലി നൽകുമാറാകട്ടെ. സ്നേഹപൂർവ്വം കുടുംബിനികളോട് എന്ന വിഷയം, സ്നേഹപൂർവ്വം കുടുംബിനികളോട്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലേ ഉസ്താദേ? ഉസ്താദ് അത് വളരെ ആവേശത്തോടെ കേൾക്കാൻ.
സ്നേഹപൂർവ്വം കുടുംബിനികളോട് സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ ധാരാളം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെ അങ്കക്കളരി പറഞ്ഞ പോലെ 10,000 കണക്കിന് സ്ത്രീകളാണ്. എന്തായാലും നമ്മൾ കാണില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ 10,000 1,00,000 ഒക്കെ പറയാമല്ലോ. എത്രയായാലും അൽഹംദുലില്ലാഹ് നമ്മളെ ഇന്നത്തെ കാലത്ത് അതിന് കൂടുതൽ നമ്മുടെ സഹോദരിമാരാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേട്ട് നല്ലത് അമൽ ചെയ്യാൻ അല്ലാഹു തആല അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്ത്രീകൾ പൊതുവെ ഇന്നൊരു ചർച്ചാ വിഷയമാണ്. ലോകത്ത് പല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മുസ്ലിം സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായ ചർച്ചകളാണ് നടക്കുന്നത്. ലോകത്ത് മുസ്ലിം സ്ത്രീകൾ ചാനൽ ചർച്ചകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഫെമിനിസ്റ്റുകളുടെ ചർച്ചകൾ പരിശോധിച്ചാലും എല്ലാം ഇന്ന് ചർച്ചകൾ എന്താ? മുസ്ലിം സ്ത്രീകൾ. അതാണ് ഇന്ന് പൊതുവെ ഒരു ചർച്ചയാണ്. നമ്മളെ ഒന്നിലധികം പെണ്ണുകൾ കെട്ടുന്നു, അവരോട് നീതി പുലർത്തുന്നില്ല, ത്വലാഖ് ചൊല്ലുന്നു, അതുകൊണ്ടാണ് മുത്തലാഖ് ഞങ്ങൾ നിരോധിച്ചത് എന്നൊക്കെ സ്ത്രീകളെ കുറിച്ച് വളരെ പ്രചണ്ഡമായ പ്രചാരണം, വളരെ മോശമായ നിലയിലുള്ള പ്രചാരണമാണ് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ശരീഅത്തിൽ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു തആല നൽകിയ സ്ഥാനം എത്ര വലുതാ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സഹോദരിമാർക്കറിയില്ല എന്റെ സ്ഥാനം എന്താണ്. നമ്മുടെ പെണ്ണിനറിയോ എന്റെ സ്ഥാനം എന്താണ്? ഞാനൊരു പെണ്ണാണ്, അത് മാത്രം അറിയാം. ഞാനൊരു ഭാര്യ, നിന്റെ ഭാര്യയാകുമ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നോട് എങ്ങനെയുമാകാം. നിന്റെ ഉമ്മ, അതുകൊണ്ട് നിനക്ക് എന്നോട് ചൊടിക്കാൻ എന്റെ ഉമ്മാണ്, എന്റെ സഹോദരിയാണ്, അതുകൊണ്ട് നിനക്ക് എന്തുമാകാം. നിന്റെ മകളാണ്, എന്തുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല നമ്മളോട് പഠിപ്പിച്ചത്. ഒരു സ്ത്രീയോട്, ഒരു പെണ്ണിനോട്, ഒരു ഉമ്മയോട്, ഒരു ഭാര്യയോട്, ഒരു സഹോദരിയോട്, ഒരു മകളോട് എങ്ങനെയും ആകാൻ പാടില്ല. അതിനൊക്കെ ചില അതിർവരമ്പുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാണ് പരിശുദ്ധമായ ശരീഅത്ത് ഇസ്ലാം നൽകുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് അനന്തര സ്വത്തുണ്ടായിരുന്നില്ല. വാളെടുത്ത് യുദ്ധം ചെയ്യണം അനന്തര സ്വത്തിനു വേണ്ടി. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ശരീഅത്ത് കടന്നു വന്നത്. സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും അവർക്ക് ഓഹരിയുണ്ടെന്ന് ലോകത്തോട് പഠിപ്പിച്ചത്. ലിർരിജാലി നസീബും മിമ്മക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന. അവരുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അവർക്കുണ്ട്. സ്ത്രീകൾക്ക് അവരുണ്ടാക്കിയതിൽ നിന്നുമുള്ള ഓഹരി അവർക്കുണ്ട്. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. മാതാപിതാക്കൾ അവരുടെ സ്വത്തിൽ നിന്ന് ഓഹരി സ്ത്രീകൾക്കുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു. സ്ത്രീകൾക്ക് മഹർ കൊടുക്കാതെ നിക്കാഹ് കഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം. അതായത് ചന്തയിൽ പോയി മൃഗങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ സ്ത്രീകളെ തന്റെ പിതാവിന് പണം കൊടുത്തിട്ട് സ്ത്രീകളെ വിലക്ക് വാങ്ങുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ വിവാഹം. ഭർത്താവ് ഭാര്യ വിലക്ക് വാങ്ങുന്നത് ഉപ്പയോട് പോയിട്ട് സംസാരിച്ചിട്ട് പൈസ കൊടുക്കാണ്. ചന്തയിൽ നിന്ന് മൃഗത്തെ വിലക്ക് വാങ്ങുന്നത് പോലെ. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മാന്യമായ നിലയിൽ വിവാഹ മൂല്യം നിങ്ങൾ സ്ത്രീകൾക്ക് നൽകണം. മാന്യമായ നിലയിൽ വിവാഹ മൂല്യം നൽകിയിട്ട് വേണം അവളെ നീ കൈക്കലാക്കാൻ, സ്വന്തമാക്കാൻ ലോകത്തോട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ യുക്രിഹൂന ലിസ്സിന, വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. അതിനുശേഷം വ്യഭിചരിച്ചതിന് ശേഷം അവരിൽ നിന്ന് പൈസ ഈടാക്കുമായിരുന്നു. പണം, പൈസയ്ക്ക് വേണ്ടി വ്യഭിചരിക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം. തന്റെ ഭാര്യമാരെ നിർബന്ധിക്കും, തന്റെ മക്കളെ നിർബന്ധിക്കും, സഹോദരിമാരെ നിർബന്ധിക്കും. പണത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നു, അതിനെ തകർത്തെറിഞ്ഞു. വലാ തുകരിഹൂ ഫതയാതികും അലൽ ബിഗാ ഇൻ അറദന
تحصنا لتبتغوا عرض الحياة الدنيا. ഒരു കാരണവശാലും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അനാവശ്യത്തിലേക്കും അശ്ലീലതയിലേക്കും നിങ്ങൾ നിർബന്ധിക്കരുതേ. ഭൗതികമായ ലക്ഷ്യം ലാക്കാക്കിക്കൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ അനാശാസ്യത്തിലേക്ക് നിർബന്ധിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ എല്ലാം തകർത്തെറിഞ്ഞു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ലോകത്തോട് പഠിപ്പിക്കുന്നു. അവസാനമായി പരിശുദ്ധമായ ശരീഅത്ത് സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജനിച്ചാൽ യക്റഹൂന, അവർക്ക് വെറുപ്പായിരുന്നു. ഈ പെൺമക്കളെ കൊന്നുകളയണോ കുഴിച്ചു മൂടണോ എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിക്കുകയാണ്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദാ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാ മാ യഹ്കുമൂൻ. പരിശുദ്ധമായ ഇസ്ലാം പെൺമക്കളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് ലോകത്തോട് പഠിപ്പിച്ച വാക്ക് വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അവർക്കാർക്കെങ്കിലും പെൺമക്കൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ഖുർആൻ തന്നെ പറഞ്ഞത് തബ്ശീറാണ്. ഒരു പെണ്ണ് ജനിച്ചാൽ അത് ആനന്ദമാണ്, ആഹ്ലാദമാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത ആ കാട്ടറബികൾക്ക് അറിയിക്കപ്പെട്ടാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദാ വഹുവ കളീം, കോപം കൊണ്ട് അവരുടെ മുഖം വിവർണമാകുമത്രേ, വികൃതമാകുമത്രേ. എന്താണ് അവരുടെ ലക്ഷ്യം? അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഈ നാട്ടുകാരുടെ നിന്ദ്യതയും അവരുടെ ഈർഷ്യതയും അവരുടെ നികൃഷ്ടതയും കേട്ടുകൊണ്ട് തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോളെ കുഴിച്ചു മൂടണോ, അതല്ല അവളെ രഹസ്യമായി ജീവിപ്പിക്കണോ? അലാസാ മാ യഹ്കുമൂൻ. എത്ര നികൃഷ്ടമായ നിയമമായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധമായ ശരീഅത്ത് കടന്നു വരുന്നത്, ഇസ്ലാം കടന്നു വരുന്നത്. ആരാണ് സ്ത്രീകൾ? സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്ത് പോലും പുരുഷന്റെ പേരില്ല. സൂറത്തുൽ റിജാൽ പുരുഷന്മാർ ഇല്ല. അല്ലാഹു തആല വെച്ചത് സൂറത്തുൻ നിസാ, സ്ത്രീകൾ. സൂറത്തു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കണം, പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് വെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാ, സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം, സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം. എത്ര വലിയ സ്ഥാനമാണ്, എത്ര വലിയ സ്ഥാനമാണ്. പരിശുദ്ധമായ ശരീഅത്ത് കടന്നു വന്നപ്പോ പരസ്യമായി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ കുറിച്ച് ചോദ്യമുണ്ടാകുമെന്നും എന്തിന്റെ പേരിലാണ് അവർ കുഴിച്ചു മൂടപ്പെട്ടതെന്നും നാളെ ആഖിറത്തിൽ അതിന്റെ വിചാരണ നേരിടേണ്ടി വരുമെന്നും പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അംറാനി ഫിൽ ജാഹിലിയ്യ, പരിശുദ്ധമായ ശരീഅത്തിലേക്ക് കടന്നു വന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ട് കാര്യം എന്റെ ജഹാലത്തിന്റെ കാലഘട്ടത്തിലുണ്ടായി. ഒരു കാര്യം ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ്, മറ്റൊരു കാര്യം ഓർക്കുമ്പോൾ ഞാൻ ചിരിച്ചു പോവുകയാണ്. എന്നെ കരയിച്ച വസ്തുത എന്തെന്ന് പറയട്ടെ. ഫഖദ് ദഹബതു ബിബ്നതി ലിവലദിഹാ ലിവദഇഹാ, എന്റെ കൊച്ചുമോളായ എന്റെ പൊന്നുമകളെ ഞാൻ കുഴിച്ചു മൂടാൻ അവളെ ഒരുക്കിക്കൊണ്ട് പോവുകയാണ്. വഹിയ ലാ തദ്രി
ബിഹാ, ഞാൻ എന്താണ് അവളെ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. അവളെ മരുഭൂമിയിൽ നിർത്തിയിട്ട് ഞാൻ അവളെ കുഴിച്ചു മൂടാൻ കുഴിയെടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ മണ്ണിന്റെ ദാടിയിലേക്ക് തെറിച്ചു വീണു. ആ പൊന്നുമോള് കുഞ്ഞിളം കൈകൾ കൊണ്ട് എന്റെ ദാടിയിൽപ്പെട്ട മണ്ണ് തട്ടി മാറ്റുകയാണ്. ഉപ്പാന്റെ ദാടിയിലിരിക്കുന്ന മണ്ണ് തട്ടി മാറ്റുമ്പോ അവൾ അറിയുന്നില്ല ഞാൻ ഈ കുഴിയെടുക്കുന്നത് അവളെ കുഴിച്ചു മൂടാനാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ അവളെ ആ കുഴിയിൽ കുഴിച്ചു മൂടിയ രംഗം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ കരഞ്ഞു പോകുമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു സന്ദർഭം എന്നെ ചിരിപ്പിക്കുകയാ. ഫകുന്തു അസ്നഉ ഇലാഹം മിനത് തംറാ, ഞാൻ ഈത്തപ്പഴം കൊണ്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ തലയുടെ ഭാഗത്ത് ആ ദൈവത്തെ പ്രതിഷ്ഠിക്കും. രാത്രി എന്നെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്റെ ഈ വിഗ്രഹത്തിന് ദൈവത്തിന് സാധിക്കും. നേരം വെളുക്കുമ്പോൾ ആരോഗ്യത്തോടെ ഞാൻ എഴുന്നേറ്റാൽ ഞാൻ ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ തിന്നും. അത് ഞാൻ ഓർക്കുമ്പോ ഞാൻ ചിരിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല രണ്ട് ജാഹിലിയ കാലത്തെ രണ്ട് സന്ദർഭം. അവിടെ നമുക്ക് ശ്രദ്ധേയമായ വിഷയം പെൺകുട്ടിയാണ്. പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്നൊരു വലിയ ചർച്ചകളാണ് സ്ത്രീകൾ. ഭയങ്കരമായ ചർച്ച. എന്താ സ്ത്രീകളുടെ ചർച്ച? ആർത്തവം ഒരു വലിയ വിഷയമാണ്. ആർത്തവം എന്ന അറബി ഭാഷയിൽ പറയും, ഇംഗ്ലീഷിൽ മെൻസസ് എന്നും പീരീഡ് എന്നും പറയും, മലയാളത്തിൽ ഋതുമതി എന്നൊക്കെ പറയും. ആർത്തവം വലിയൊരു വിഷയം. ചില പെണ്ണുങ്ങൾ പറഞ്ഞു, വലിയ ഫെമിനിസ്റ്റുകളിൽ പെട്ടവളുമാര് പറഞ്ഞു, ഈ ആർത്തവം കുപ്പിയിലാക്കി കുടിക്കാൻ കൊടുക്കണമെന്ന്. എല്ലാവർക്കും മരുന്നാണ്. അല്ലാഹു തആല പറഞ്ഞു ആർത്തവൻ രോഗമാണെന്ന്. ഫെമിനിസ്റ്റുകൾ പറയുന്നു മരുന്നാണ്. നമ്മൾ ഏതാ വിശ്വസിക്കുക? അല്ലാഹ് പറയുന്നത് വിശ്വസിക്കോ, ഫെമിനിസ്റ്റുകൾ പറയുന്നത് വിശ്വസിക്കോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആർത്തവം പുറപ്പെട്ട സന്ദർഭത്തിൽ ഇന്നും നമ്മുടെ നാടുകളിലും അടുത്ത ഇതര സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ആർത്തവം പുറപ്പെട്ട സ്ത്രീകളെ ഇന്നും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നും അതൊന്നും ഈ ഫെമിനിസ്റ്റുകൾക്ക് ചർച്ചയില്ല. പരിശുദ്ധമായ ശരീഅത്ത് എന്താ പറയുന്നത് ഇവരെ കുറിച്ച്? ഇവരോടുള്ള സമീപനം എന്താണ്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമീപനം എന്താണ്? വെറുതെ ഇസ്ലാമിനെയും ശരീഅത്തിന്റെ വക്താക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? ആ തത്വം, ആദർശം എന്താണ്? ആ പ്രത്യയ ശാസ്ത്രം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മുടെ മുസ്ലിം സഹോദരിമാർക്കും അറിയില്ല, സഹോദരങ്ങൾക്കും അറിയില്ല. കാനത്തിൽ യഹൂദു, ജൂതന്മാരുടെ സ്വഭാവം എന്തായിരുന്നു? ഇദാ ഹാലത്തിൽ മർഅതു അഖ്റജൂഹാ, ജൂതന്മാരുടെ സംസ്കാരം എന്താണെന്ന് പറയട്ടെ. സ്ത്രീകൾ ഋതുമതിയായാൽ, ആർത്തവം പുറപ്പെട്ടാൽ സ്ത്രീകളെ തന്റെ വീടുകളിൽ നിന്ന് അവർ പുറത്താക്കുമത്രേ. അങ്ങനെ ഒരു സംസ്കാരം ജൂതന്മാരിൽ നിന്ന് കണ്ടപ്പോ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിക്കുകയായി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഞങ്ങളും അങ്ങനെ തന്നെ വർത്തിക്കട്ടെയോ, പ്രവർത്തിക്കട്ടെയോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഇസ്നഊഹാ കുല്ല ശൈഇൻ ഇല്ലാ നിക്കാഹ്. നിങ്ങൾ ശാരീരികമായ ലൈംഗിക ബന്ധമൊഴിച്ച് നിങ്ങളുടെ ഋതുമതികളായ സഹോദരിമാരോ സ്ത്രീകളുമായി നിങ്ങൾക്കെല്ലാ ബന്ധവും അനിവാര്യമത്രേ. വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദാ ഖുൽ ഹുവ അദാ. നബിയേ, അങ്ങയോട് ഋതുമതികളെ കുറിച്ച് ചോദിക്കും നബിയേ. ഖുൽ പറയണേ, ഹുവ അദാ,
അതൊരു രോഗമാണ്, അതൊരു രോഗമാണ്. ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീദ്, ആ രോഗത്തിന്റെ അവസ്ഥയിൽ സ്ത്രീകളിൽ നിന്നും വിട്ടു നിൽക്കണേ, മാറി നിൽക്കണേ എന്ന് പറഞ്ഞാൽ അവളുമായി ശാരീരിക ബന്ധം അനുവദനീയമല്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇസ്നഉഹാ കുല്ല ശൈഇൻ ഇല്ലൻ നികാഹ്. ശാരീരികമായ ബന്ധമൊഴിച്ച് ഋതുമതികളായ സ്ത്രീകളുമായി നിങ്ങൾക്കെല്ലാ ബന്ധവും അനിവാര്യമത്രേ. അബ്ദുല്ലാഹി ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ മുആക്കലത്തിൽ ഹായിൽ, ഹൈലുകാരികളുമായി ഭക്ഷണം കഴിക്കാമോ നബിയേ? ആർത്തവകാരികളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, വാക്കിൽഹാ, ആർത്തവമുള്ള സ്ത്രീകളുമായി ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. നബിയുനാ റസൂലുള്ളാഹി ഇസ്ലാമിക സ്ത്രീകളോടുള്ള നിലപാടാണ് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ബൈനമാ അന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലിഹാഫിൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങുകയായിരുന്നു. കുന്തു മുൽതജിഅൻ ഫിൽ ലിഹാഫി, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ ഒരേ പായിൽ ഉറങ്ങുകയായിരുന്നു. ഇത് ഹിൽതു, എനിക്ക് രാത്രിയായപ്പോൾ ആർത്തവം പുറപ്പെട്ടു. ഫൻസലൽതു ഫഅഖൽതു സിയാബ ഹൈളതി ഫലബിസ്തുഹാ, ഞാൻ ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കട്ടിൽ നിന്ന്, സവിധത്തിൽ നിന്ന് ഞാൻ മാറുകയും ഞാൻ ഹൈദ് വന്നാൽ ധരിക്കുന്ന വസ്ത്രം ധരിക്കുകയും ചെയ്തു മാറി നിന്നു. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയുണ്ടായി, മാലകി ഉമ്മു സലമ, നിനക്ക് എന്ത് സംഭവിച്ചു? അനുഫിസ്തി, നിനക്ക് പീരീഡായോ പെണ്ണെ, ആർത്തവം പുറപ്പെട്ടുവോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ നബിയേ. എന്താ നീ മാറിപ്പോയത്? രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, അപ്പൊ ഋതുമതിയായി, ആർത്തവം വന്നു. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മാറിക്കിടന്നു, മാറി എഴുന്നേറ്റ്, മാറി വിരിപ്പിൽ നിന്ന് മാറി. അല്ലാഹു റസൂൽ, എന്തേ? ഞാൻ ഹൈളുകാരിയായി നബിയേ. അല്ലാഹു റസൂൽ പറഞ്ഞു, തആലി ഫദ്ഖുലി മഈ ഫീ ലിഹാഫി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എന്നോടൊപ്പം പുതപ്പിന്റെ ഉള്ളിൽ കയറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് കിടത്തി, കൂടെ കിടത്തി. ഹൈല് വന്നതാ, ഹൈല് വന്ന സ്ത്രീയാണ്, ഹൈല് വന്ന ഭാര്യയാണ്, ആർത്തവം പുറപ്പെട്ട ഭാര്യയാണ്. ശാരീരിക ബന്ധം മാത്രമേ അനുവദനീയമല്ലാതെയുള്ളൂ. ബാക്കി കൂടെ കിടക്കുന്നത് കൊണ്ടോ, കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ടോ, ചുംബിക്കുന്നത് കൊണ്ടോ, ഭക്ഷണം വാരി കൊടുക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല എന്ന് ഹദീസ് തെളിയിക്കല്ലേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ, പ്രിയങ്കരിയായ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹൈദ് വന്ന സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, നാവിൽ നീ അസ്സൗബ യാ ആയിഷ, ആയിഷേ, എന്റെ വസ്ത്രം നീ എടുത്ത് പള്ളിയിൽ കൊണ്ടുവരണേ. ഫഖുൽതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നി നബിയേ, എനിക്ക് ആർത്തവം പുറപ്പെട്ടിരിക്കുകയാണ് നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കളിയാക്കിക്കൊണ്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ഇന്ന ഹൈളതകി ലൈസത് ബിയദികി, ഹൈള് നിന്റെ കയ്യിലല്ലല്ലോ, എടുത്തിട്ട് വാ, തുണി എടുത്തിട്ട് വാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഫനാബൽതുഹു, ഞാൻ പെട്ടെന്ന് തുണിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. പെട്ടെന്ന് തുണിയെടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയാണ്,
ഞാനും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരേ ബക്കറ്റ് വെള്ളത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുളിക്കുകയുണ്ടായി. വക്കിലാനാ ജുനുബുൻ, ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരുന്നു. ഒരേ ബക്കറ്റ്, ഒരേ പാത്രത്തില്. ഇതൊക്കെ ലോകത്തിന്റെ സ്ത്രീകളെ നിങ്ങൾക്ക് മാതൃകയാകട്ടെ, നമ്മുടെ കുടുംബിനികൾക്കൊരു മാതൃകയാകട്ടെ. ഭാര്യയും ഭർത്താക്കന്മാര് ഒരുമിച്ച് കുളിക്കൽ ഒരു സന്തോഷമാണ്. അതിനെ നമ്മൾ നോക്കണം, നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. അതിനൊക്കെ അതിനനുസരിച്ചുള്ള പ്രൈവറ്റ് റൂം ഒക്കെ ആണെങ്കിലും ഒക്കെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കോരി ഭാര്യയുടെ മുകളിലേക്ക് ഒഴിച്ചു. ഭാര്യ വെള്ളം കോരി ഭർത്താവിന്റെ മുകളിലേക്ക് ഒഴിച്ചു. ഭർത്താവിന്റെ ശരീരമൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുക, സോപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം സുന്നത്തിൽപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ച പരിപാടിയാണ്, ചെയ്തു കാണിച്ചു കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ഭാര്യമാര് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യളഉ റഅസഹു ഫീ ഹിജ്രി ഹിദാനാ വകുന്നാ ഞങ്ങൾ ആർത്തവകാരികളാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ മടിയിൽ തലവെച്ച് പരിശുദ്ധമായ ഫയത്തുൽ വൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തുമത്രേ. ഞങ്ങൾ ആർത്തവകാരികളാകുമ്പോ, ആർത്തവകാരികളായിരിക്കുമ്പോ ഞങ്ങളുടെ മടിയിൽ തലവെച്ച് റസൂലുള്ളാഹി തങ്ങൾ കിടന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുമായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് പറയാണ്, ചിന്തിച്ചു നോക്കൂ, ഹൈൽകാരികളെ ആർത്തവം വന്നവരെ പുറന്തള്ളുകയല്ലേ എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ഈ സ്ത്രീകൾക്ക് ഇതുപോലുള്ള സ്ഥാനം ലോകത്ത് ആര് കൊടുക്കുന്നു? എവിടെ കൊടുക്കുന്നു? എവിടെ കിട്ടുന്നു? കുന്തു അതഅറഖുൽ അറഖാ ثم أناول النبي صلى الله عليه وسلم فيضع فاه على موضع فيا. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഞാൻ ആർത്തവമുള്ള സമയത്ത് ഒരു കഷണം ഇറച്ചി എടുത്ത് ഞാൻ കഴിച്ചു. അത് കടിച്ചതിന്റെ ബാക്കി ഭാഗം ഞാൻ തങ്ങൾക്ക് നീട്ടുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ എന്നിൽ നിന്നത് വാങ്ങിയിട്ട് ഫയളഉ ഫാഹു അലാ മൗളിഇ ഫിയാ, അല്ലാഹുവിന്റെ റസൂൽ ഞാൻ എവിടെ വെച്ചാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വായി വെച്ച് കടിച്ചു അത്രേ. ഹബീബ റസൂലുള്ളാഹി അങ്ങനെ കടിച്ചു. സമൂസ കടിച്ചിട്ട് ഭാര്യ നമ്മൾ കടിച്ചിട്ട് കൊടുക്കലല്ല വേണ്ടത്, ഭാര്യ കടിച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ട് തിന്നണം. അങ്ങനെ നടക്കോ ഇവിടെ? ഇസ്ലാം പഠിപ്പിക്കുന്ന വാക്കതാണ്. സമൂസ ഓള് കടിച്ചിട്ട്, കട്ട്ലറ്റ് ഓള് കടിച്ചിട്ട് നമുക്ക് തരണം, എന്നിട്ട് നമ്മൾ അത് തിന്നണം. അതേപോലെ അല്ല, തിരിച്ചു വെച്ചല്ല, അതിന്റെ ബാക്ക് സൈഡല്ല കടിക്കേണ്ടത്, അവള് കടിച്ച അതേ ഭാഗത്ത്. കുന്തു അശ്റബു, ഞാൻ വെള്ളം കുടിക്കുകയുണ്ടായി. സുമ്മ ഉനാവിലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഞാൻ ആ ഗ്ലാസും വെള്ളവും അല്ലാഹുവിന്റെ റസൂലിന് നൽകുകയുണ്ടായി. ഫയളഉ ഫാഹു അലാ മൗളിഇ ഫിയാ, ഞാൻ എന്റെ ചുണ്ട് വെച്ച് അമർത്തി കുടിച്ച അതേ സ്ഥലത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലും ചുണ്ട് വെച്ച് അമർത്തി കുടിക്കുകയുണ്ടായി. ചിന്തിക്കൂ, ഇതിനേക്കാൾ വലിയ സ്ഥാനം സ്ത്രീകൾക്ക് എവിടെയുള്ള? എത്ര വലിയ സ്ഥാനം! ആർത്തവകാരികളാകുമ്പോ പുറന്തള്ളുന്നു. ഈ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടില്, അവിടെ ഇപ്പോഴുമുള്ള ഒരു ആചാരമാണ്, ഒരു പെണ്ണ് ബാല്യമായാൽ, പ്രായപൂർത്തിയായാൽ വീട്ടിൽ നിന്ന് പുറത്താണ്. അവർ വെളിയിൽ ഒരു കുടില് കെട്ടി അവിടെ താമസിപ്പിക്കും. ഈ അടുത്ത സമയത്ത്, കൊടുങ്കാറ്റടിച്ച സമയത്ത്, പ്രകൃതിക്ഷോഭ സമയത്ത് 12 വയസ്സുള്ള ഒരു പാവപ്പെട്ട മോള് അവളുടെ മോളിലേക്ക് വലിയൊരു തെങ്ങ് വീണ് മരണപ്പെട്ടു പോയി. നേപ്പാളിലെ ഒരു കുടുംബം, ഹൈലുകാരികളായ ഒരു കുടുംബം തന്റെ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ചെറിയ ഒരു കുടില്, വായു പോലും പോകാത്ത കിട്ടാത്ത ചെറിയ ഒരു കുടില്, അവരവിടെ പുക ശ്വസിച്ച് 4 പെൺമക്കളും ഒരു തള്ളയും മരണം. ഈ അടുത്ത സമയത്ത്, കഴിഞ്ഞ മാസത്തിൽ മൃതിയടഞ്ഞ ചരിത്രം നമ്മൾ പത്രത്തിൽ ദിവസം വായിക്കാണ്. എന്തിന്റെ പേരിൽ? ഹൈല് വന്നതിന്റെ പേരിൽ, ആർത്തവം പുറപ്പെട്ടതിന്റെ പേരിൽ. ചില വീടുകളിൽ ആർത്തവം പുറപ്പെട്ടാൽ ആ വീട്ടിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കൂല.
അതുകൊണ്ട് സ്ത്രീകൾക്ക് പരിശുദ്ധമായ ശരീഅത്ത് നൽകുന്ന സ്ഥാനം മനസ്സിലാക്കുക. ഫെമിനിസ്റ്റുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു രോഗമാണ്. അത് സ്ത്രീകളുടെ ശരീരത്തിൽ കെട്ടിക്കിടന്നാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. അത് അതിൻ്റെതായ സമയത്ത് പോകും. ആ സമയത്ത് അവർക്ക് ക്ഷീണമുണ്ടാകും. ആ സന്ദർഭത്തിൽ അവർ റെസ്റ്റ് എടുക്കട്ടെ, വിശ്രമിക്കട്ടെ. അവർക്ക് ഖുർആൻ പാരായണം വേണ്ട, അവർ നോമ്പ് പിടിക്കണ്ട, അവർ നമസ്കരിക്കണ്ട. എത്ര വലിയ എക്സ്ക്യൂസ്, എത്ര വലിയ ഇളവുകളാണ് പരിശുദ്ധമായ ഇസ്ലാം അവർക്ക് ആ സന്ദർഭത്തിൽ നൽകുന്നത്. ബാക്കിയെല്ലാം അവരുമായിട്ടാകാമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ സ്ഥാനം സ്ത്രീകൾ. 4 പദവിയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. 1 ഉമ്മ, 2 ഭാര്യ, 3 സഹോദരി, 4 മകൾ. വലിയ വലിയ മഹത്വമല്ലേ, വലിയ മഹത്വമല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് ഇന്നലി അഹ്ലാ وأبا وأما وأختا وأخا فأحق بحسن صلتي. ആദരവായ റസൂലുള്ളാഹി തങ്ങളോടൊരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, എനിക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, പെൺമക്കളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം ഇവരിൽ ആരോടാകണം നബിയേ? ഏറ്റവും അടുത്ത ബന്ധവും സാമീപ്യവും സഹവാസവും ഞാൻ ആരോടായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ സഹവാസം. സുമ്മ അബൂക, പിന്നീട് നിന്റെ ഉപ്പയോട്. സുമ്മ ഉഖ്തുക, പിന്നീട് നിന്റെ സഹോദരങ്ങളോട്. പിന്നീട് സുമ്മ അഖൂക, പിന്നീട് നിന്റെ സഹോദരനോട്. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് പെണ്ണായ നമ്മുടെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്താലും ഉമ്മയ്ക്കല്ലയോ സ്ഥാനം നൽകിയത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ റജുലുൻ യൻദുറു ഇലാ വജ്ഹി ഉമ്മിഹി യൗമാ. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരാൾ തന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ നളറ റഹ്മാ, കാരുണ്യത്തിന്റെ നോട്ടം, റഹ്മത്തിന്റെ നോട്ടം ഉമ്മാന്റെ മുഖത്തേക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരാൾ നോക്കിയാൽ ഇല്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് നൽകുന്ന പ്രതിഫലം എത്രത്തോളം വലുതാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹജ്ജതം മഖ്ബൂല, ഹജ്ജതം മഖ്ബൂല വ മബ്റൂറാ. മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്തതിന്റെ കൂലി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഉമ്മാന്റെ മുഖത്തേക്ക് ഒരാള് സ്നേഹവായ്പോടെ, സ്നേഹവാത്സല്യത്തോടെ നോക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം എഴുതുമത്രേ. ഉടനെ സ്വഹാബാക്കൾ ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, വഇന്ന ലറാ ഫിൽ യൗമി മിഅത മറ. നബിയേ, ദിവസത്തിൽ 100 പ്രാവശ്യം ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, വഇന്ന ലറാ ഫിൽ യൗമി മിഅത അൽഫി മറ. 100 പ്രാവശ്യമല്ല, ദിവസത്തിൽ 1000 പ്രാവശ്യം ഒരാൾ തന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് സ്നേഹവാത്സല്യത്തോടെ നോക്കിയാൽ, സ്നേഹവായ്പോടെ നോക്കിയാൽ, സ്നേഹാദരവുകളോടെ നോക്കിയാൽ 1,00,000 ഹജ്ജ് ചെയ്തതിന്റെ സവാബ് അല്ലാഹു അവന് വേണ്ടി എഴുതുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പ്രാവശ്യം നോക്കിയാൽ ഒരു മഖ്ബൂലായ ഹജ്ജ്, 2 പ്രാവശ്യം നോക്കിയാൽ 2 മഖ്ബൂലായ ഹജ്ജ്, 100 പ്രാവശ്യം നോക്കിയാൽ 100 മഖ്ബൂലായ ഹജ്ജ്, 1000 പ്രാവശ്യം നോക്കിയാൽ 1000 പ്രാവശ്യം മഖ്ബൂലായ ഹജ്ജ്. ഉമ്മ സ്ത്രീയാണ്, മനസ്സിലാക്കണം ഉമ്മയുടെ മഹത്വം. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു,
قال يا رسول الله അല്ലാഹുവിന്റെ റസൂലേ ഇന്നി നദർതു ഞാനൊരു നേർച്ച നേർന്നിരിക്കുകയാണ്. എന്താണ് നേർച്ച? ഇൻ ഫതഹല്ലാഹു അസ്സ വജല്ല അലൈക മക്ക അല്ലാഹു അങ്ങേക്ക് മക്കം വിജയിപ്പിച്ച് കീഴ്പ്പെടുത്തി തന്നാൽ അൻ ആതി അൽ ബൈത്തൽ ഹറാം പരിശുദ്ധമായ കഅബയിലേക്ക് ഞാൻ വരികയും ഫഉഖബ്ബിലു അസ്ഫുലൽ ഉസുഖിഫാ കഅബയുടെ വാതിലിന്റെ പിടി അതിന്റെ അടിഭാഗം ഞാൻ മുത്തമിടാമെന്ന് ചുംബിക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ് നബിയേ. ഒരു സഹാബി കഅബയുടെ വാതിൽ മുത്താൻ ഞാൻ നേർച്ച നേർന്നു. എല്ലാവരും ഒരുപാട് നേർച്ച നേരാറുണ്ടല്ലോ. ഹജറുൽ അസ്വദ് മുത്തിയേക്കാം, സംസം വെള്ളം കൊടുത്തേക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകൾ നേർന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു സഹാബി ചെയ്ത നേർച്ചയാണ് ഞാൻ ആ കഅബയുടെ വാതിൽക്കൽ പിടിച്ച് ചുംബിക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദരാ ഖബ്ബിൽ ഖദമൈ ഉമ്മിക വഖദ് വഫൈത നദറക നിന്റെ ഉമ്മാന്റെ കാല് പോയി ചുംബിക്കണേ, നീ ചെയ്ത നേർച്ച സഫലമായിരിക്കുന്നു. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ, മരണപ്പെട്ട ഉമ്മമാരുടെ ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ, വിശാലത നൽകുമാറാകട്ടെ. നമ്മുടെ ഇതിന്റെയൊക്കെ മിഥിൽ സവാബ്, ഈ പറയുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ഒക്കെ മിഥിൽ സവാബ് ആ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ, സന്തോഷിപ്പിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമ്മാന്റെ മഹത്വം അതല്ലയോ? ഇനിയും ധാരാളമുണ്ട്. നമ്മൾ അങ്ങോട്ട് കടന്നാൽ ഇന്നൊന്നും ഇവാള് തീരൂല. അതുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കണേ, ഉമ്മയുടെ നെറ്റി ചുംബിക്കണേ, ഉമ്മയുടെ കാല് ചുംബിക്കണേ, ഉമ്മയോട് പൊരുത്തം വാങ്ങണേ. അത് നാളെ നരകത്തിന്റെ മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മകൾ മകൾ മകള് പെൺമക്കൾ പെൺമക്കള് പെൺകുട്ടി എന്ന് കേൾക്കുമ്പോ അമ്മക്ക് ഒന്ന് ഒരുമാതിരി എന്ത്രാളിഫിക്കേഷനാണ് അല്ലേ? കാരണം നമുക്ക് എന്തൊരു വിഷമം പോലെയാണ്. ഇല്ല, വിഷമിക്കണ്ട. ഞങ്ങൾ ഇന്നും ഭക്ഷണം കഴിച്ച 5 പെൺമക്കളുള്ള ഒരു വീട്ടിലാണ്, 5 പെണ്ണുള്ള വീട്ടിലാണ് ഞങ്ങൾ ഇന്നും ഭക്ഷണം കഴിച്ചത്. എന്നിട്ട് പറഞ്ഞ ഒരു മോളയുടെ കെട്ടിക്കാനുണ്ട്, ആർക്കണം അല്ലാഹു തആല എളുപ്പം റാഹത്താക്കി കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും അല്ലാഹു റാഹത്തായ രീതിയിൽ മംഗളം ആക്കി സന്തോഷമാക്കി അല്ലാഹു തആല കൊടുക്കട്ടെ. പിന്നെ മംഗളം എന്ന് അതിന്റെ പേര് പറയുന്നത്. അതിന് മംഗലം എന്ന് നിങ്ങൾ തമിഴ് നിങ്ങളുടെ കാസർഗോട്ടുകാർ മംഗലം എന്ന് പറയും. മംഗളം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടെ മംഗളമായി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിന്റെ പേര് തന്നെ അങ്ങനെ തന്നെയാണ്, സന്തോഷം. അത് പെൺകുട്ടിയുടെ കല്യാണമല്ലേ, സന്തോഷമായിരിക്കും. എന്താ പെൺമോള് അതിന്റെ മഹത്വം എന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് 7 മക്കളല്ലയോ, 3 ആണ് 4 പെണ്ണ്. ഹബീബാ റസൂലുള്ളാഹി തങ്ങളുടെ 3 ആൺമക്കളും ബാല്യത്തിലെ മരണപ്പെട്ടു പോയി. 4 പെൺമക്കളാണ് അല്ലാഹുവിന്റെ റസൂലിന് അവശേഷിച്ചിരുന്നത്. അതിൽ അവസാനമായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമായിരുന്നു ജീവിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ തന്നെ പെൺമക്കൾ മരണപ്പെട്ടില്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പെൺമക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? മൻ ആല ജാരിയതൈൻ وفي رواية آخر من كان له 3 بنات أو 3 أخوات. ഇവിടെ ഈ ഹദീസിനോടൊപ്പം സഹോദരിമാരെയും ചേർത്തിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സഹോദരിമാർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കണേ. ചില വീടുകളുണ്ട്, ആ വീട്ടിലെ ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയിരിക്കും. ആ വീട്ടിലുള്ള തന്റെ സഹോദരിമാരെ കല്യാണം കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. എത്രയോ സഹോദരങ്ങൾ അവൻ ഇന്നും വിവാഹം കഴിച്ചിട്ടില്ല. കാരണം തന്റെ പുര നിറഞ്ഞു നിൽക്കുന്ന സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചയക്കാനുള്ള വ്യഗ്രതയിലാണ്, അതിന്റെ ഓട്ടത്തിലാണ് എത്രയോ ചെറുപ്പക്കാര് അറേബ്യൻ നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ബാല്യക്കാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗത്തിനും പ്രതിഫലമാണ്. ഹബീബായ
റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാ, മൻ കാന ലഹു സലാസു ബനാത് വസലാസു അഖവാത്, ആർക്കെങ്കിലും 3 സഹോദരിമാരോ 3 പെൺമക്കളോ അല്ലെങ്കിൽ ഇസ്നായി ബനതാനി ഔ ഖുതാൻ 2 പെൺമക്കളോ 2 സഹോദരിമാരോ ഉണ്ടായിട്ട് ഫഹസന സുഹബതഹുന്ന വഅദ്ദബഹുന്ന വസവജഹുന്ന ഫലഹുൽ ജന്നാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നല്ല നിലയിൽ ആ സഹോദരിമാരെ അവൻ വളർത്തിക്കൊണ്ടുവന്നു. നല്ല നിലയിൽ തന്റെ പെൺമക്കളെ വാർത്തെടുത്തു കൊണ്ടുവന്നു. അവർ അദബ് പഠിപ്പിച്ചു, മര്യാദ പഠിപ്പിച്ചു, അല്ലാഹുവുമായുള്ള ബന്ധം അവരെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ ആ സഹോദരിമാരെയും ആ പെൺമക്കളെയും ഒരാൾ വിവാഹം ചെയ്ത് അയച്ചാൽ ഫലഹു അൽ ജന്ന, അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചാലും പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചാലും അല്ലാഹുവിന്റെ സ്വർഗം, അവർക്ക് സ്വർഗം. എത്രയോ സഹോദരങ്ങളുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ കല്യാണം കഴിക്കാത്തത്? എനിക്ക് 3 സഹോദരിമാരുണ്ട് ഉസ്താദേ, അവരുടെ കല്യാണം കഴിയാതെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? അതുകൊണ്ട് അവരുടെ കല്യാണത്തിന് വേണ്ടി വിവാഹം ബന്ധിപ്പിക്കുന്ന ചെറുപ്പക്കാർ, ചെറുപ്പക്കാരാ, നീ ദുഃഖിക്കല്ലേ, പ്രയാസപ്പെടരുതേ. എന്റെ സഹോദരിമാര് നിനക്കൊരു ഭാരമാണെന്ന് നീ കരുതരുതേ. അത് ഭാരമല്ല മകനെ, അത് ഭാരമല്ല, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിന്റെ കവാടമാണ്. ഹബീബായ തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ആല ജാരിയതൈനി ഔ ഖുതാൻ, ആർക്കെങ്കിലും 2 പെൺമക്കളോ 2 സഹോദരിമാരോ ഉണ്ടായിട്ട് ഇവനാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. ഹത്താ യമുതുന ഔ യമൂത അൻഹുന്ന, ആ പെൺകുട്ടികൾ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ സഹോദരൻ മരണപ്പെടുന്നത് വരെ ഈ പെൺമക്കളെയും സഹോദരിമാരെയും ആരാണോ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നല്ല നിലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഈ 2 വിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും അവനും സ്വർഗത്തിൽ ഇതേപോലെയാണ്. ഇങ്ങനെ കാണിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, 2 സഹോദരിമാർ 2 പെൺമക്കൾ അവരെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിപ്പിച്ചയച്ചാൽ ഒന്നുകിൽ നീ മരിക്കുന്നത് വരെ അവർക്ക് ചെലവിന് കൊടുത്തു, അല്ലെങ്കിൽ അവർ മരിക്കുന്നത് വരെ നീ ചെലവിന് കൊടുത്തു. ഞാനും നീ നാളെ സ്വർഗത്തിൽ ഇതേപോലെയാണ്, അടുത്തടുത്തിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ തങ്ങളുടെ അരികിൽ ഇരിക്കാൻ ഒരു ഭാഗ്യം കുറഞ്ഞ പണിയൊന്നുമല്ല. ഇവിടെ മൊയ്ലിയാർ വരുമ്പോ സെൽഫി എടുക്കാൻ എന്തൊരാവേശം. ഇവിടെ ആര് വന്നാലും സെൽഫി എടുക്കും. കാസർഗോഡ് പൃഥ്വിരാജ് വന്നപ്പോൾ നമ്മുടെ താത്താമാര് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കും. ഇനിയിപ്പോ ഉണ്ണിച്ച വന്നാലും സെൽഫി എടുക്കും, മുരളിച്ച വന്നാലും സെൽഫി എടുക്കും, ഏതിച്ച വന്നാലും സെൽഫി എടുക്കും. അതൊക്കെ അടുത്തടുത്തിരുന്ന് അവർക്ക് സെൽഫി എടുക്കാം. അള്ളാന്റെ റസൂലിനൊക്കെ സെൽഫി എടുക്കണ്ട, അടുത്തൊന്ന് പോയി കിട്ടാൻ ഒരു ഭാഗ്യം വേണം. അള്ളാഹ് നമുക്കെല്ലാം നസീബാക്കട്ടെ. ഇവിടെ വന്ന എല്ലാവർക്കും അവരൊരു ഭാഗ്യം അള്ളാഹ് തരട്ടെ. കിട്ടിയ രക്ഷപ്പെട്ടില്ല നമുക്ക്. ഹബീബായ തങ്ങൾ അരികിൽ നിൽക്കാൻ ഒരു ഭാഗ്യം, അതിനുള്ള പണിയാണിത്. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചേക്ക്, അവർക്ക് ചെലവിന് കൊടുക്കും. സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചേക്ക്, അവർക്ക് ചെലവിന് കൊടുക്കും. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്ന പണി എന്താ? ആൺമക്കൾക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. പെണ്ണ് ഒരു ഭാരമായ ഒരു പരീക്ഷണമായിട്ട് കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഉപയോഗിച്ചു. പരീക്ഷണമായിട്ട് നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ജഅതിനി ഇംറാത്തുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ അരികിലേക്ക് ഒരു സഹോദരി കടന്നു വരികയാ. വമഅഹാ ഇബ്നതാനി, 2 പെൺമക്കളെയുമായി ആ സഹോദരി എൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. തസ്അൽനി അൻ ഷൈഇൻ, എന്തെങ്കിലും വല്ലത് കഴിക്കാനുണ്ടോ, വിശക്കുന്നു, അത് ചോദിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് കടന്നു വരികയാ. ഫലം നജിദ് ഇൻദി
ഗൈറ തംറത്തിൻ വാഹിദ. എന്റെ അരികിലോ ഒരു കാരക്കല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ അരികിലേക്ക് ആ ഉമ്മ രണ്ട് പെൺമക്കളെയും എടുത്ത് ഒക്കത്ത് വെച്ച് എന്റെ അരികിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ആ കാരക്കയെടുത്ത് ആ സഹോദരിക്ക് വെച്ച് നീട്ടുകയുണ്ടായി. അത് രണ്ടായിട്ട് അവർ പിളർന്നിട്ട് ഒരു ഓഹരി വലത്ത് ഭാഗത്തുള്ള പെൺകുട്ടിക്കും മറു ഓഹരി ഇടത് ഭാഗത്തുള്ള പെൺകുട്ടിക്കും കൊടുക്കുകയുണ്ടായി. വലം തഅകുൽ മിൻഹാ ശൈആ, അതിൽ നിന്ന് അല്പം പോലും ആ മാതാവ് കഴിച്ചതേ ഇല്ല. ഫഖറജത് ഫദഹബത്, ആ പെൺമക്കളെയും ഏന്തിക്കൊണ്ട് ആ മാതാവ് അവിടം വിട്ടുപോയി. ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ തഫിയത്തിൻ ദാലിക, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോ ഫഹദൽതു ഹദീസാ, ഞാൻ ആ നടന്ന സംഭവം നബി തങ്ങളോട് വിവരിക്കുകയുണ്ടായി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ഫഅഹ്സനഹുന്ന വഅദബഹുന്ന കുന്ന ലഹു സിത്റൻ മിനൻ നാർ കമാ ഖാല റസൂലുള്ളാഹി. ആയിഷ, ഏതെങ്കിലും ഒരു പെണ്ണിന് പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂലോട് ഉപയോഗിച്ച വാക്കാണ് മനുബുത്തുലിയ, പരീക്ഷിക്കപ്പെട്ട. പെൺമക്കൾ ഒരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ തന്റെ പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അവൾ ക്ഷമിച്ച് സഹിച്ച് അവരെ നല്ല നിലയിൽ വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ചയച്ചാൽ കുന്നലഹു സിത്റൻ വഹിജാബൻ മിനൻ നാർ, നാളെ നരകത്തിൽ നിന്നുമുള്ള മറയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ മാതാപിതാക്കളോട് വിളിച്ചു പറയുന്നു, സൗ ബൈന ഔലാദികും ഫിൽ അതിയാ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുമ്പോ, കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കുമ്പോ അതിൽ നീതി പുലർത്തണേ, നീതി പുലർത്തണേ. പെൺമക്കളെക്കാൾ ആൺമക്കൾക്ക് സ്ഥാനം കൊടുക്കല്ലേ. വലൗ കുന്തു മുഫദ്ദിലൻ ഇഹ്ദാനാ ലഫദ്ദൽതു നിസാ, മക്കളിൽ വെച്ച് ആണിനോ പെണ്ണിനോ പ്രത്യേകമായ ഒരു സ്ഥാനമാനം നിർണയിക്കാൻ കഴിയുമെങ്കിൽ ലഫദ്ദൽതു നിസാ, ഞാൻ പെൺമക്കൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകുമായിരുന്നു. വാപ്പയും ഉമ്മയും, വാപ്പയും ഉമ്മയൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോ, ഗൾഫിൽ നിന്ന് വരുമ്പോ പെൺകുട്ടിക്ക് ചെറിയ ഒരു കളിക്കും, ആൺകുട്ടിക്ക് വലുത്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ആണിനും പെണ്ണിനും ഒരേപോലെ നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം അവർക്ക് ഒരേപോലെ കൊടുക്കണം. സന്തോഷം അതാണ്. അങ്ങനെ ആണിനേക്കാൾ പെണ്ണിനേക്കാൾ ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുക്കാൻ ഒരു തീരുമാനം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പെൺമക്കൾക്കാണ് അതിൽ കൂടുതൽ പ്രാമുഖ്യം നൽകുമായിരുന്നു. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്ര വലിയ സ്ഥാനം പെൺകുട്ടിയുടെ, എത്ര വലിയ സ്ഥാനം ഭാര്യമാരുടെ, എത്ര വലിയ സ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോട് എങ്ങനെ കഴിയണമെന്ന് പഠിപ്പിച്ചു തരികയാണ്. എത്ര വലിയ സ്ഥാനം അവൾക്ക്. അവള് ഗർഭിണിയാവുക, ഗർഭിണി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ഉപദേശം നൽകി. അതിലൊരു ഉപദേശമാ വമാ മിൻ ഇംറാത്തിൻ തഹ്ബിലു മിൻ സൗജിഹാ ഹീന തഹ്ബിലു مثل وجوه الغازي في سبيل الله القائم في الليل
വസ്സായിമി ഫിന്നഹാർ കമാ ഖാല റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യമാർക്ക് ഗർഭിണികളാവുമ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അവൾക്ക് ഉണ്ടാകും, നമുക്ക് ഉണ്ടാകും. നമ്മളിപ്പോ ഗർഭിണിയാവാത്ത കൊണ്ട് നമുക്ക് അതിന്റെ വിഷമം അറിയില്ല. പക്ഷെ ഈ ഗർഭിണിയുടെ അവസ്ഥ കാണുമ്പോ നമുക്ക് വിഷമം ഉണ്ടാക്കി പോകും. ഓഹ് ഇതൊന്നും വേണ്ടായിരുന്നു. ചില പെണ്ണുങ്ങന്മാര് ഛർദിക്കാൻ തുടങ്ങിയാൽ ഒടുക്കത്തെ ഛർദിയാണ്. രാവിലെ ഓ ഓ വെക്കാൻ തുടങ്ങിയാൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓ ഓ തന്നെ ഛർദിയാണ്. നമുക്ക് ഭക്ഷണം വെച്ചുതരാൻ ആരുമില്ല, ചായ ഉണ്ടാക്കി തരാൻ ആരുമില്ല. ഒരു ചായ ഉണ്ടാക്കിയാൽ ഉടനെ ഓട്ടോറിക്ഷ പിടിച്ച് ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചെന്നാൽ ഉടനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാം പോയി. പടച്ചവനെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പുറത്താക്കി താള്ള. പിന്നെ അടുത്ത ദുആ അതാണ്. അതിനാണ് ഉസ്താദ്മാരൊക്കെ വന്നിട്ട് വാദന്റെ സദസ്സിൽ 100 രൂപ കൊടുത്തിട്ട് പറയും, ഉസ്താദ് ഭാര്യ പ്രസവിക്കാൻ ദുആ ഇറക്കണം, ഭാര്യ പ്രസവിക്കാൻ ദുആ ഇറക്കണം. സഹിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം കണ്ടിട്ട്. ഓൾക്കും ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കാണുമ്പോൾ വലിയ ത്യാഗമാണ്, വലിയ ത്യാഗമാണ്. ഗർഭം എന്ന് പറയുന്നത് ചെറിയ കേസ് കെട്ടല്ലോ. നമുക്കൊരു ചെറിയ വയറ്റിൽ എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് അവർക്കൊരു സ്ഥാനം കൊടുത്തു. സ്നേഹപൂർവം നമ്മുടെ കുടുംബിനികൾ മനസ്സിലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ മിൻ ഇംറഅത്തിൻ തഹബിലു മിൻ സൗജിഹാ. തന്റെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാര്യ അവൾ ഗർഭം ധരിച്ചാൽ, ഹീന തഹബിലു, അവൾ ഗർഭം ധരിച്ച സമയം മുതൽ അല്ലാഹു അവൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? മിസ്ലു ഉജൂരി സായിമി ബിന്നഹാർ അൽ ഖായിമി ബില്ലൈൽ അൽ ഗാസി ഫീ സബീലില്ലാഹ്. രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി, പകല് മുഴുവനും നോമ്പെടുത്ത കൂലി, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലി. ഈ 3 കൂലിയാണ് ഗർഭിണികൾക്ക് ലഭിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല കൂലിയല്ലേ? ഭയങ്കരമായ കൂലി. ഭയങ്കരമായ കൂലിയാണ്. എത്ര മക്കളുണ്ട്? 5 മക്കൾ. എല്ലാവർക്കും 5 മക്കളാ. മാഷാ അല്ലാഹ്. എല്ലാം സുബഹി മുതൽ ഇശ വരെ ഖബൂലാക്കിയിട്ടുണ്ട്. സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. എത്ര പെൺമക്കളുണ്ട്? 2 പെൺമക്കൾ, 3 ആൺമക്കൾ. നമ്മൾ പുരയിൽ ഭക്ഷണം കഴിച്ച 5 പെൺമക്കളാണ്. എനിക്ക് 3 പെൺമക്കളാണ്. ഉസ്താദിന് 2 പെൺമക്കൾ. 3 പെൺമക്കൾ. 3 പെൺമക്കൾ. ഉസ്താദ് എത്ര? 3 പെണ്ണ് 2 ആണ്. ആണില്ല. ഓ, എന്നെ പോലെ കൂടുതൽ ഉസ്താദുമാർക്കെല്ലാം പെൺമക്കളാണ്. എന്താ സംഭവം അറിയില്ല. ഉസ്താദുമാർക്കെല്ലാം പെൺമക്കളാണ്. അതെയാ? ഒരു പെണ്ണേ ഉള്ളൂ? 4 പെണ്ണ്. മാഷാ അല്ലാഹ്. എല്ലാം ബർക്കത്താ ഇവിടെ അല്ലേ? പെണ്ണുങ്ങള് ബർക്കത്താ. അൽ ബനാത്തു ഹസനാത്ത്. അൽ ബനാത്ത് തങ്ങൾക്ക് എത്ര? 2 പെൺമക്കളാണ്. 2 ആണ് 2 പെണ്ണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ പടച്ചവനെ. നാളെ സ്വർഗ്ഗത്തിൽ. അല്ലാഹു നമ്മുടെ കയ്യില് ഇബാദത്തൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ അല്ലാഹുക്ക് അറിയാം. എങ്ങനെങ്കിലും അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ കയറ്റാനുള്ള പണിയാണ് മക്കളെ അല്ലാഹു തരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഓതിയ അതീതെല്ലാം മനസ്സിലായില്ലേ? എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ആർക്കാ 7 പെണ്ണ്? മാഷാ അല്ലാഹ്. ഖുലു തക്ബീർ. 7 പെൺമക്കൾ. സൂഫിക്കായ സൂഫി സൂഫിച്ച സുബൈർ. മാഷാ അല്ലാഹ്. സുബൈർ ഉസ്താദ്. സുബൈർ ഉസ്താദ്. 7 പെൺമക്കൾ. 7ൽ ഒരുപാട് അർത്ഥമാണ്. ജാഫർ തങ്ങൾ അവിടെ ഇരിക്കും. തങ്ങളെ പ്രായത്തല്ലേ താമസിച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ വാദിനെല്ലാം വരും. എല്ലാ ചായ കുടിക്കുമ്പോൾ മറക്കല്ലേ. അടുത്ത വിഷയം പറയാം. ചായ കുടിക്കുന്നതിനിടയിൽ ഗർഭം മറന്നു പോകരുത്. കഞ്ഞി അല്ലാഹ്. ഇത് കുടിക്കണമെങ്കിൽ സമയം എടുക്കും. തങ്ങക്കൊട് ഒരു ഗ്ലാസ്.
അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഗർഭിണികളുടെ ഗുണം നമ്മുടെ സഹോദരിമാരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗർഭിണികളുടെ മഹത്വം 3 ഗുണങ്ങളാണ്. അവൾ ഗർഭം ധരിച്ച സമയം മുതൽ പ്രസവിക്കുന്നത് വരെ 10 മാസം അല്ലെങ്കിൽ 9 ചില മാസം എന്താ കൂലി? അൽഖായിമി ബില്ലൈൽ വസ്സായിമി ബിന്നഹാർ അൽഗാസി ഫീ സബീലില്ലാഹ്. വലിയ ഭാഗ്യം. രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി. അല്ലാഹ് മാഷാ അല്ലാഹ്. നമ്മൾ ആലോചിച്ചു പോവാണ്, നമ്മൾ പെണ്ണായിരുന്നെങ്കിൽ. ചില ആളുകൾക്ക് പെണ്ണാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഓ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട്, നമ്മൾ ആണായിമാര് ആണിന് മണ്ണാങ്കട്ട കിട്ടുന്നു, ആണിന് എന്ത് കിട്ടുന്നു? ഒലക്ക. എന്ത് കിട്ടാൻ ആണിന്? ഞാൻ ആണായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ കൂലി മൊത്തം ആർക്കാണ്? എത്ര വലിയ കൂലിയാണ്. ഈ 10 മാസം രാത്രി അവൾ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം. പകൽ മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം. അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്തതിന്റെ പ്രതിഫലം. ഈ 3 പ്രതിഫലമാണ് ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു തആല നൽകുന്നത്. ചാൻസ് കളഞ്ഞോ? ഇപ്പൊ ഗർഭം നിർത്തിയവർ ആലോചിക്കാൻ ഇനി പൊട്ടിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കും. വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രസവം നിർത്താൻ പാടില്ല. പ്രസവം നിർത്താൻ ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. തവാലദു തനാകഹു തവാലദു തകാസറു. നിക്കാഹ് കഴിക്കൽ, പ്രസവിക്കൽ, പ്രൊഡക്ഷൻ അങ്ങനെ നടക്കട്ടെ, അധികരിപ്പിച്ചുകൊള്ളേൻ. അല്ലാഹു തആല നിങ്ങൾക്ക് വലിയൊരു ഗുണമാണ്. നമ്മുടെ ഈ കാസർഗോട്ടുകാര്, കണ്ണൂരുകാര്, ഇവിടുത്തെ പെണ്ണുങ്ങന്മാർ നല്ല പ്രസവിക്കുന്ന പെണ്ണുങ്ങളാണ്, ധാരാളം പ്രസവിക്കും. നബി തങ്ങൾ പറഞ്ഞ വാക്കും അങ്ങനെ തന്നെയാണ്. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. തസവ്വജു അൽ വദൂദ അൽ വലൂദ. കൂടുതൽ പ്രസവിക്കുക, നല്ല സ്നേഹിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുവിൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺമക്കളെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കട്ടെ. ആ മക്കളെ കണ്ടുകൊണ്ട് ഫൈനി മുകാസിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ടിട്ട് ഞാൻ സന്തോഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കുന്ന നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇത്ര വലിയ ഭാഗ്യം. കല്യാണം കഴിഞ്ഞത് മുതൽ, പ്രസവം കഴിഞ്ഞത് മുതൽ അടുത്തപടി ആ സഹോദരിയുടെ ഉത്തരവാദിത്വം എന്താണ്? അവൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൾക്ക് ലഭിച്ച തന്റെ കുഞ്ഞിനെ വളർത്തലാണ്. പ്രസവിക്കുമ്പോൾ വലിയ കൂലിയാണ്. പ്രസവിക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് നൽകുന്ന കൂലി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ മിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണ്, അതാഹാ തൽഖൂ, അവൾക്ക് പ്രസവ വേദന എടുത്ത് ആ പ്രസവ വേദന കൊണ്ട് അവൾ കഷ്ടപ്പെടുമ്പോ, ഓരോ പ്രാവശ്യം ഓരോ വേദന ഉണ്ടാവും, ഓരോ സന്ദർഭത്തിൽ ഓരോ വേദന ഉണ്ടാവും. ബികുല്ലി തൽഖത്തിൻ ഇത്ഖു നസമാ, ഏറ്റവും വില കൂടിയ അടിമയെ മോചിപ്പിച്ചതിന്റെ കൂലി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൾക്ക് എഴുതപ്പെടും എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും വില കൂടിയ അടിമയെ മോചിപ്പിച്ച കൂലി. ഈ അടിമയെ മോചിപ്പിച്ച കൂലി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കൂലിയല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ അടിമയെ മോചിപ്പിച്ചിട്ടില്ല, ശരി, വേണ്ട. ആ കാലഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അടിമയെ മോചിപ്പിച്ച കൂലി അല്ലാഹു തആല ഇവൾക്ക് നൽകും. അടിമയെ മോചിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈക്ക് പകരമായി ഒരു കൈ, ഒരു കണ്ണിന് പകരമായി ഒരു കണ്ണ്, ഒരു കാതിന് പകരമായി ഒരു കാത്, ഒരു ഹൃദയത്തിന് പകരമായി ഒരു ഹൃദയം, ഒരു കാലിന് പകരമായി ഒരു കാല്. അങ്ങനെ ഒരു ശരീരത്തെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കല്ലേ. എത്ര വലിയ ഭാഗ്യമാണ് അത്. ഏറ്റവും വില കൂടിയ അടിമകളെ വിലക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രനാക്കുന്നതിന് പ്രതിഫലമാണ് ഒരു ഗർഭിണിയായ പെണ്ണ് അവൾ പ്രസവ വേദന എടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ വേദന എടുത്തിട്ട് അല്ലാഹ് 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയം ഒരു വെപ്രാളം ഉണ്ടല്ലോ, ആ സമയം വരെ. അപ്പൊ എത്ര പ്രാവശ്യം അവൾ അനുഭവിക്കുന്ന വേദന അത്രയും പ്രാവശ്യം രേഖപ്പെടുത്തപ്പെടും.
وبكل رضا عتق رقبا. വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ പ്രസവ വേദനയോടെ അവളുടെ കൂലി അവസാനിക്കുന്നില്ല. അവൾ പിന്നീട് ആ പൊന്നുമക്കൾക്ക് അവൾ കൊടുക്കുന്ന പാലുണ്ടല്ലോ, ആ പാലിന്റെ ഓരോ തുള്ളിക്കും അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. അത് വില കൂടിയ അടിമ, സാധാരണ അടിമ. സാധാരണ അടിമ. ഈ അടിമയെ അള്ളാന്റെ മാർഗത്തിൽ മോചിപ്പിച്ചതിന്റെ കൂലി കിട്ടും. ഓരോ സന്ദർഭത്തിൽ പാല് കൊടുക്കും തോറും, ഓരോ സന്ദർഭത്തിൽ പാല് കൊടുക്കും തോറും അങ്ങനെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വലുതാക്കി. മുല കൂടി അവസാനിച്ച ശേഷം, പാല് കൂടി അവസാനിപ്പിച്ച ശേഷം ആകാശലോകത്ത് നിന്ന് വിളിയാളൻ വിളിച്ചു പറയുമത്രേ, അയ്യത്തുൽ മർആ, ഏ സഹോദരി, നിർത്തണേ, മതിയാക്കണേ, നിന്റെ കഴിഞ്ഞുപോയ അമലുകളെ എല്ലാം അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള അമലുകൾ പുതുതായി നീ കർമ്മങ്ങൾ ചെയ്തു കൂട്ടണേ. കഴിഞ്ഞ നിന്റെ സകല അമലുകളെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആകാശ ലോകത്തുനിന്ന് വിളിച്ചു പറയുന്നത് ഒരു പുരുഷനോടല്ല. ഒരു പെണ്ണ് ഗർഭിണിയായി അവൾ പ്രസവിച്ച് തന്റെ കുട്ടിക്ക് 2 വർഷം പാല് കൊടുത്താൽ ആകാശ ലോകത്തുനിന്ന് മലക്ക് വിളിച്ചു പറയുന്ന വാക്കാണ്, മതിയാക്ക്, നിർത്ത്, നിന്റെ എല്ലാ അമലും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഭൂതകാലത്തുള്ള എല്ലാ നന്മകളെയും അല്ലാഹു അംഗീകരിച്ചിരിക്കുന്നു, നിനക്ക് ധാരാളം കൂലി അല്ലാഹു എഴുതി കഴിഞ്ഞു, ഇനി നീ ബാക്കിയുള്ള നിന്റെ സമയം പുതിയ അമലുകളുമായി ബന്ധപ്പെട്ട് കൊള്ളുക. പരിശുദ്ധ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. ഇത്ര വലിയ ഭാഗ്യം ഭർത്താക്കന്മാർക്ക് വല്ല ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? ഉള്ള അമല് ഭർത്താക്കന്മാർക്ക് കൊടുക്കരുത്. അതെന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്, അയ്യുമംറാത്തിൻ, ഏതെങ്കിലും ഒരു ഭാര്യ, തൂദി സൗജഹാ ബിലിസാനിഹാ, തന്റെ നാവ് കൊണ്ട് തന്റെ ഭർത്താവിനെ നോവിച്ചാൽ, വേദനിപ്പിച്ചാൽ, ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ 70 ദിറാ, അവളുടെ നാവിനെ 70 മുഴമായി അല്ലാഹു വലിച്ചു കെട്ടുമത്രേ. പിന്നീട് അവളുടെ പിടലിക്ക് പിന്നാലെ ആ നാവിനെ വലിച്ചു കെട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ അമല് മുഴുവനും പോകും. ഇത്രയും കിട്ടിയ അമല് ഒരു ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ, ഒച്ചയിട്ട് സംസാരിച്ചാൽ, ഇസ്തഅദന അബൂബക്കറിൻ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് നബി തങ്ങളോട് അനുവാദം ചോദിക്കുകയാണ് പ്രവേശിക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഫഇദാ ആയിഷത്തു തർഫഉ സൗതഹാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു. വാപ്പ കയറി വരുന്നു. മകളാണ് ആയിഷ, മരുമകനാണ് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭർത്താവാണ്. ഭർത്താവിന്റെ മുന്നിൽ ചിലപ്പോ ഒക്കെ ഇച്ചിരി ഒച്ചയിട്ട് സംസാരിച്ചു പോകും, സ്വാഭാവികമാണ്. അത് ഭർത്താവിന് പൊരുത്തപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന സമയത്ത് തന്റെ മകൾ ഭർത്താവിന്റെ മുന്നിൽ ഒച്ചയിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ നിന്നുകൊണ്ട്
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയെ താക്കീത് ചെയ്യാൻ എഴുന്നേറ്റു. തർഫഈന സൗതകി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടി പെണ്ണെ ആയിഷ, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണോ ശബ്ദമുയർത്തി സംസാരിക്കാൻ പോകുന്നത്? ചാടി എഴുന്നേറ്റ് അടിക്കാൻ ഉപ്പ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഹാലൻ നബിയു ബൈനഹു വ ബൈനഹാ. നബി തങ്ങൾ കയറി വട്ടം പിടിച്ചു. വട്ടം പിടിക്കാന്നല്ലേ പറയാ. സമയായോ? തങ്ങൾ കൂട്ടം പോട്ടോ. അല്ല, നിങ്ങൾ പറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വട്ടം പിടിച്ചു. അടിക്കല്ല 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 അടിക്കല്ല. കാരണം നിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി പൊട്ടിയൊരു കിട്ടുന്നു. നബി തങ്ങൾ കയറി വട്ടം പിടിച്ചു. ഫഖറജ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയെ വിളിച്ചിട്ട്, എടി ആയിഷ, ഫജഅല യതറല്ലാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ വന്ന് ചോദിക്കാണ്, ഹിൽതു ബൈന റജുലി വ ബൈനകി. ഞാൻ നിനക്കും ആ മനുഷ്യന്റെ ഇടയിൽ കയറി നിന്നിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ പല്ലൊന്നും കാണൂലായിരുന്നു. ഞാൻ അടിച്ച് ശരിയാക്കുമായിരുന്നു, നല്ല തല്ലിട്ടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉപയോഗിച്ചൊരു വാക്ക് ഹിൽതു ബൈന റജുൽ എന്നാണ്. സാധാരണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ എല്ലാമാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ച വാക്ക് ബൈന റജുൽ, ആ പുരുഷന്റെ മധ്യത്തിൽ, നിന്റെ മധ്യത്തിൽ ഞാൻ നിന്നില്ലായിരുന്നു. കാരണം ഒരു പെണ്ണിനെ അടിക്കാൻ പോകുന്ന വ്യക്തികളെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് റജുൽ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഉപയോഗിച്ചതാണ്. ഹിൽതു ബൈന റജുലി വ ബൈനകി. നിനക്കും ആ മനുഷ്യനും ഇടയിൽ ഞാനൊരു മറയായി നിന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് നല്ല അടി കിട്ടുമായിരുന്നു. നല്ല പൊളി, നല്ല പൊളി കിട്ടുമായിരുന്നു, നല്ല അടി കിട്ടുമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭാര്യ അടിക്കാൻ, ഒരു പെണ്ണിനെ അടിക്കാൻ ഒരിക്കലും അനുവാദം നൽകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഏത് സന്ദർഭത്തിലാ? ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചതിന്റെ പേരിൽ. ഓർക്കണം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ് നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായി ചിരിക്കുകയാണ്. ഭയങ്കര ചിരി. ഒരു പ്രാവശ്യം വന്നപ്പോ ഭയങ്കര ദേഷ്യം, പിന്നെ വന്നപ്പോ ഭയങ്കര ചിരി. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയായി, അശ്രികാനി ഫീ സിൽമികുമാ കമാ അശ്റക്തുമാനി ഫീ ഹർബികുമാ. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാവുമ്പോ മാത്രം എന്നെ വിളിക്കാതെ നിങ്ങൾ രണ്ടുപേരും ഇതേപോലെ ചിരിച്ച് സന്തോഷിക്കുമ്പോ എന്നെ വിളിച്ചൂടെ? ഞാൻ ആ ചിരി ഒന്ന് കാണട്ടെ. മനസ്സിലാക്കണം, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ സന്തോഷിക്കുന്ന ഉപ്പ കാണണം. തന്റെ മകളും തന്റെ മരുമകന്റെ സന്തോഷം. ഇത് എപ്പോ ഉപ്പായെ വിളിക്കുന്നതാ? വഴക്കുണ്ടാകുമ്പോഴാണ്, ചൊടിക്കുമ്പോഴാണ്. ഓള് ചൊടിക്കുമ്പോഴാണ് വിളിക്കുക ഉപ്പായെ. ഏത് സമയത്ത് വന്നാലും ഓളിങ്ങനെ ചൊടിച്ചിട്ട് നിൽക്കും. ഭയങ്കരമായിട്ട് ദേഷ്യം, മരുമകൻ ദേഷ്യം. മരുമകൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു, ഭയങ്കര ദേഷ്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് പോയിട്ട് ചോദിച്ചു, മോളെ അലി എവിടെ? അറിയില്ല. അതെന്താ നിനക്കറിയാത്തത്? ഒരു ഭർത്താവ് എവിടെ പോയി എന്ന് നിനക്കറിയില്ലേ? അതറിയണം. നമ്മുടെ സഹോദരിമാരും അറിയണം, സഹോദരങ്ങളും അറിയണം. ഒരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്ന് പുറത്തു പോകുമ്പോ അറിയണം എവിടേക്കാണ് പോകുന്നത്, എവിടെ പോയി. എന്റെ പെണ്ണുങ്ങൾക്ക് പിന്നെ എപ്പോഴും പറയാം, വാതിന് പോയെന്ന് പറയാം. എവിടെ പോയാലും ചിലപ്പോ രണ്ടാം ഘട്ടത്തിൽ വീട്ടിൽ പോയതായിരിക്കും, എന്നാലും വാതിന് പോയെന്ന് പറയാലോ. ഒരു ചാൻസ് ഉണ്ട്. എവിടെ പോയാലും വാതിലല്ല, വേറെ ഇല്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമയോട് ചോദിച്ചു, എവിടെ എന്റെ ഭർത്താവ്? അറിയില്ല. അതെന്താ നിനക്കറിയാത്തത്? ദേഷ്യപ്പെട്ട നബി തങ്ങള്. അല്ല, ഞങ്ങള് തമ്മിൽ ചൊടിച്ചിന്.
നമ്മൾ കുറച്ച് വഴക്കുണ്ടായപ്പോ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോടായി പറഞ്ഞു, ഏയ് അലി എവിടെ ഉണ്ടെന്ന് നോക്ക്, അലി എവിടെ ഉണ്ടെന്ന് നോക്ക്, അലി എവിടെ ഉണ്ടെന്ന് പോയി നോക്ക്. എല്ലാ സഹാബാക്കളും പല സ്ഥലത്തും അന്വേഷിച്ചു. അപ്പോഴാണ് പള്ളിയില് മണലില് പൂഴിയില് കാറ്റടിച്ചിട്ട് തന്റെ ശരീരത്തിൽ പൂഴി വന്ന് നിറഞ്ഞെങ്ങനെ കിടക്കാണ് ആള്. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് അടുത്ത് പോയി ഇരുന്നിട്ട് ഏയ് മണ്ണിന്റെ വാപ്പ എഴുന്നേക്ക്. നബി തങ്ങൾ ആ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞു. ആലോചിക്കണം, ആരാ? ലോകത്തിന്റെ നേതാവാണ്. തന്റെ മകളോട് ചൊടിച്ചിട്ട് പോയപ്പോ ഉപ്പ പോയി മരുമകനെ സോപ്പിടണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കണം. അവൾക്ക് ചിലപ്പോ കുറച്ച് മൂഹ് കുറവായിരിക്കും. അത് പൊതുവെ പെണ്ണുങ്ങന്മാർക്ക് അങ്ങനെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ 20 പൈസ കുറവുള്ള പെണ്ണുങ്ങളാണ്, 30 പൈസ കുറവുള്ളത് കാണും, 15 പൈസ കുറവുള്ളതാണ്, 5 പൈസ കുറവുള്ള, എന്തായാലും 10 പൈസ കുറഞ്ഞത് 10 പൈസ എന്തായാലും കമ്മിയാണ്. അത് ഉറപ്പ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട് സംഭവം 10 പൈസ. അപ്പൊ പോട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എഴുന്നേറ്റ്, എന്താ അബാത്തുറ? പതുക്കെ സാവകാശം തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി. നമ്മളാണെങ്കിൽ പണിക്കൊയിറ്റേ നമ്മളോട് അങ്ങനെ ഇന്നത്തെ സിസ്റ്റം അങ്ങനല്ലേ? അല്ലേ കൺവീനറെ? അങ്ങനെ ചിലപ്പോ ചോദിക്കല്ലേ പണിക്കൊയിറ്റേ? അങ്ങനെ ചോദിക്കും. ഇന്നെന്താ കിടക്കുന്ന, എന്താ ഇവിടെ കിടക്കുന്ന? എന്റെ ഓളെ കട്ടിട്ട് നീ പണിക്കോവാതെ ഇവിടെ കിടക്ക? അള്ളാന്റെ റസൂൽ അങ്ങനല്ല. എഴുന്നേര്, സമാധാനമായിട്ട് എഴുന്നേറ്റ് പോ. അപ്പൊ ഭർത്താക്കന്മാര് പുറയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഭാര്യയോട് പറഞ്ഞിട്ട് പോണം എവിടെ പോയി. എന്നാൽ ആരെങ്കിലും വരുമ്പോ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കിടയിൽ റാഹത്തെന്നർത്ഥം. പറയാതെ പോയാൽ അവർക്കിടയിൽ ചുടിയാണെന്നർത്ഥം. അത് പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അശ്രികാനി ഫീ സിൽമികുമാ കമാ അശ്റക്തുമാനി ഫീ ഹർബികുമാ. നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുമ്പോ എന്നെ ഒന്ന് വിളിക്ക്, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ മാത്രം എന്നെ വിളിക്കാതെ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു എല്ലാ ഭാര്യമാരോട്, അയ്യുമംറാത്തിൻ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ, ഇല്ലാ ജഅലല്ലാഹു ലിസാനാ യൗമൽ ഖിയാമ 70 ദിറാ. നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ നാവ് 70 മുഴമായി വലിച്ചു നീട്ടപ്പെടുമത്രേ. പിന്നീട് അവളുടെ പിടലിയുടെ പിന്നാലെ അത് ചുറ്റിക്കെട്ടപ്പെടുമെന്ന് കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചൊടിക്കല്ല, ദേഷ്യപ്പെടല്ല, ചെയ്താ പോയി സംഭവം. ഈ കിട്ടിയ അമല് മൊത്തം പോവും. ഗർഭിണിയായത്, പ്രസവിച്ചത്, മുല കൊടുത്തത് എല്ലാം പോവും. ചൊടിക്കറില്ല. അടുത്ത എന്താണ്? ദുആ ചെയ്യണം. ആർക്ക് വേണ്ടി? ആദ്യം ആർക്കോട് ദുആ ഇറക്കണം? ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അയ്യുമംറാത്തിൻ, ഒരു ഭാര്യ തുസല്ലി ലിറബ്ബിഹാ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിക്കുകയാണ്. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, പിന്നീട് അവൾക്ക് വേണ്ടി അവൾ ദുആ ചെയ്യുകയാണ്. സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുകയാണ്. ഇല്ലാ ളുരിബ ബിസ്വലാത്തിഹാ വജ്ഹാ ഹത്താ തദ്ഉ ലിസൗജിഹാ ثم تدعو لنفسها.
ഔ കമാ ഖാല റസൂലുള്ളാഹി. സഹോദരിമാരെ, ഭാര്യമാരെ, പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞത് കേൾക്കണേ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്ര വലിയ ഓഫറാ നൽകിയത്. ഗർഭിണിയായാലും പ്രസവിച്ചാലും പ്രസവ വേദന എടുത്താലും മുല കൊടുത്താലും എത്രയെത്ര നന്മകളാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. എങ്കിൽ ആ നന്മകളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ പറയുന്നത് കേൾക്കണേ. ഏതെങ്കിലും ഒരു ഭാര്യ തുസല്ലീ ലിറബ്ബിഹാ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിക്കുകയാണ്. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, ആ നമസ്കാര ശേഷം തനിക്ക് വേണ്ടി അവൾ ആദ്യം ദുആ ചെയ്യുകയാണ്. സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് തന്റെ ഭർത്താവിന് വേണ്ടിയാണ് അവൾ ദുആ ചെയ്യുന്നതെങ്കിൽ, നമസ്കാരം കഴിഞ്ഞു, ആദ്യം ആർക്ക് വേണ്ടി ദുആ ചെയ്തു? തനിക്ക് വേണ്ടി. അല്ലാഹ് എന്റെ തടിക്ക് എന്റെ ശ്വാസമുട്ടൽ മാറ്റി തരണേ അല്ലാഹ്, എന്റെ ഊരവേദന മാറ്റി തരണേ അല്ലാഹ്, എന്റെ അലർജി മാറ്റി തരണേ അല്ലാഹ്, എന്റെ ഉപ്പാക്കൻ്റെ ഉമ്മാക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, എന്റെ മക്കൾക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, അല്ലാഹ് എന്റെ ഇച്ഛാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇച്ഛ ലാസ്റ്റ്, ഇഞ്ഞ ഫസ്റ്റില് പോയി, ഇച്ഛ ലാസ്റ്റായി. അതാണ് പറഞ്ഞു വന്നതിന്റെ ആശയം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞ് നിന്റെ ഭർത്താവിന് വേണ്ടി ആദ്യം നീ ദുആ ചെയ്യാതെ നിനക്ക് വേണ്ടി നീ ദുആ ചെയ്താൽ ഇല്ലാ ളുരിബ ബിസ്വലാത്തിഹാ വജ്ഹാ, അവളുടെ മുഖത്തേക്ക് ആ നമസ്കാരത്തെ ചുരുട്ടി എറിയുമത്രേ. ഹത്താ തദ്ഉ ലിസൗജിഹാ ثم തദ്ഉ ലിനഫ്സിഹാ. ആദ്യം ആർക്ക് ദുആ ചെയ്യണം? ഇച്ഛാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. ആദ്യം ഭർത്താവിനോട് ദുആ ചെയ്യണം. ആ ഭർത്താവിനോട് ദുആ ചെയ്തതിന് ശേഷമാണ് നിനക്ക് വേണ്ടി നീ ദുആ ചെയ്യേണ്ടത്. ഇസ്ലാമിക നിയമം. ഇല്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കൂല. നിസ്കാരം ചുരുട്ടി എറിയപ്പെടുന്നതിന്റെ മുഖത്തേക്ക്. മറ്റൊരു റിവായത്തിൽ തുഖ്ബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയേ ഇല്ല. കമാ ഖാല ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, അപ്പൊ ഇന്നിപ്പോ ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റുമോ? പോയി പൊരുത്തം ചോദിച്ചോ. ഒരു പൊരുത്തം നല്ലതാണ്. പൊരുത്തം ചോദിക്കണം. ഏത് സമയത്തും ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണം. ഭർത്താവിന്റെ പൊരുത്തം ഇല്ലാതെ പുറയുന്ന പുറത്തു പോകാൻ പാടില്ല. അതുണ്ട്. അയ്യുമംറഅത്തിൻ ഹറബത് മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നിഹാ ലഅനതഹൽ മലായിക ഹത്താ തർജിഅ ഇലാ ബൈതി സൗജിഹാ വതലഅ യദഹാ ഫീ കഫിഹി ഫതഖൂൽ ഇസ്നഅ മാ ശിഅതാ. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തുപോയി, അങ്ങനെ പുറത്തുപോയി മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിന്റെ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും അത്രേ. തീർന്നില്ല, അവൾ മടങ്ങി തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിലേക്ക് അവളുടെ കൈയെടുത്ത് വെക്കണേ. ഫഖാലത്ത്, അവൾ പറയണം, എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നോട് പ്രവർത്തിക്കണേ, വർത്തിക്കണേ എന്ന് പറയുന്നത് വരെ അവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. പെണ്ണുങ്ങളാണ് താഴേണ്ടത്. ഭർത്താക്കന്മാർക്ക് അങ്ങോട്ട് പോയിട്ട് പൊരുത്തം വാങ്ങണം. നമ്മ പൊരുത്തം വാങ്ങണം. നമ്മളാണ് പൊരുത്തം വാങ്ങേണ്ടത്. നീ ഭർത്താവ് നിന്നെ അടിച്ചു, ഭർത്താവ് നിന്നോട് ചൊടിച്ചു, ഭാര്യ നിന്നെ ഇങ്ങോട്ട് തിരിച്ചും ചൊടിച്ചു. ചില പെണ്ണുങ്ങന്മാർ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ കൂടുതലൊക്കെ അടിക്കുകയോ ചെയ്യുമ്പോൾ ഓളും ഇങ്ങോട്ട് കയറി ദേഷ്യപ്പെടും. 10 അടി അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇടി ഇടിച്ചാലും ആയി. ഇടിച്ചാൽ വേറെ കൊണ്ടല്ല, വള കൊണ്ടാ മതി, മോതിരം കൊണ്ടാ മതി, മൂക്കെല്ലാം കീറിപ്പോ. വളയോ മോതിരം കൊണ്ടാൽ തന്നെ മൂക്ക് കീറിപ്പോ.
അങ്ങനെ ആയാൽ എന്താ അതിന്റെ അർത്ഥം? ആരാ പൊരുത്തം വാങ്ങേണ്ടത്? എല്ലാം അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോട്ട്, നമ്മുടെ പെണ്ണുങ്ങന്മാർ അങ്ങോട്ട് പോട്ട് പൊരുത്തം ചോദിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ നിസാഉകും മിൻ അഹ്ലിൽ ജന്നാ, നിങ്ങൾ സ്വർഗ്ഗ സ്ത്രീകളായ ഭാര്യമാരാരെന്ന് പറയട്ടെ. ഇദാ ആദത്ത് ഔ ഊദീത്, വേദനിച്ചാലും വേദനിക്കപ്പെട്ടാലും, ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചാലും നീ ഭർത്താവിനെ വേദനിപ്പിച്ചാലും, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരട്ടെ. തന്റെ ഭർത്താവിന്റെ കയ്യിൽ അവളുടെ കൈ കൂട്ടിപ്പിടിക്കട്ടെ. ഫതഖൂൽ, അവൾ പറയണേ, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, നിങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, തിന്നൂല, കുടിക്കൂല എന്ന് പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളായിട്ട് ചൊടിച്ചാലും നമ്മൾ അങ്ങോട്ട് ചൊടിച്ചാലും നമ്മൾ താഴണം, ഭാര്യമാർ താഴണം, പെണ്ണുങ്ങൾ താഴണം. അതാണ് സാലിഹത്തായ പെണ്ണിന്റെ അടയാളം. അതാണ് സാലിഹത്തായ പെണ്ണിന്റെ അടയാളം. فالصالحات قانتات حافظات للغيب بما حفظ الله. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഖാനിത്താത്ത്. ഞാനും ഒരുമിച്ച് പോകണം, തങ്ങ വന്നാൽ ഞാനും പോകും. സാലിഹത്തായ ഭാര്യമാർ, ഖുർആൻ പറഞ്ഞ വാക്ക്, ഫസാലിഹാത്ത് ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. ആരാണ് സാലിഹത്തായ? അനുസരണയുള്ളവളാണ്. ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷ്മതയോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണ്, സൂക്ഷ്മതയോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണ്, അതാണ് സാലിഹത്തായ പെണ്ണ്. ഭർത്താവില്ലാത്ത സമയം. അതുകൊണ്ടാണ് വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്ത്രീകളോട് ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, യാ ആയിഷ, ആയിഷേ, ഇജ്തഹിദി സുമ്മ ഇജ്തഹിദി ഫഇന്നകുന്ന സവാഹിബാതു യൂസുഫ വഫാത്തിനാതു ദാവൂദ വമുഖ്രിജാതു ആദമ. വലിയ വാക്കാണ് നബി തങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന, അറിയോ? ഇത്ര വലിയ വാക്കാണ്. ആയിഷേ ഇജ്തഹിദി സുമ്മ ഇജ്തഹിദി, നല്ലതുപോലെ സൂക്ഷിക്കണേ, നല്ലതുപോലെ സൂക്ഷിക്കണേ സഹോദരിമാരെ. പെണ്ണുങ്ങളെ, ഉറൂസിന്റെ സമാപന ദിവസമാ. ഇവിടെ നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോ പുരുഷന്മാരെക്കാളും ഏത് മഹല്ലുകളിലാകട്ടെ, ഏത് സദസ്സുകളിലാകട്ടെ, ഏത് വാഴ നടക്കട്ടെ, അവിടെ കൂടുതലും സ്ത്രീകളാണ്, സ്ത്രീകളാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉപദേശിക്കുകയാണ്. വീണ്ടും വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ ഇജ്തഹിദി സുമ്മ ഇജ്തഹിദി, ആയിഷേ നീ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നിങ്ങളുടെ വർഗത്തോട് പറയണേ ആയിഷ, നല്ലതുപോലെ പരിശ്രമിക്കാൻ പറയണേ. കാരണം എന്താണ്? ഫൈന്നഉന്ന സവാഹിബാതു യൂസുഫ, യൂസുഫിനെ പിഴപ്പിക്കാൻ നോക്കിയത് സ്ത്രീകളാ. വഫാത്തിനാതു ദാവൂദ, ദാവൂദ് നബിയെ ഇടങ്ങേറാക്കിയതും സ്ത്രീകളാണ്. വമുഖ്രിജാതു ആദമ, ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമിച്ചതും സ്ത്രീയാണ്. മാത്രമല്ല വഖായിനാതു ഇംറഅതു ലൂത്തിൻ വനൂ, വഞ്ചന കാണിച്ച
മരിച്ചത് ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാ, അതും സ്ത്രീകളാണ് ആയിഷേ. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരിമാരോട് നല്ല നിലയിൽ വർത്തിക്കാൻ പറയണേ. ഇജ്തഹിദി സുമ്മ ഇജ്തഹിദി കമാ ഖാല റസൂലുള്ളാഹി. രണ്ട് പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു നല്ലപോലെ സൂക്ഷിക്കാൻ പറയണേ, നല്ലപോലെ സൂക്ഷിക്കാൻ പറയണേ. കാരണം യൂസുഫ് നബിയെ പഠിപ്പിക്കാൻ വന്ന ആരാ? പെണ്ണല്ലേ, സ്ത്രീയല്ലേ. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك. യൂസുഫ് നബിയെ കിട്ടി, കഥ അടച്ചു, ഡോർ ക്ലോസ്ഡ്. യൂസുഫ് കമ്മിങ്, വാ تعال وا يوسف ادخلي معي في لعافي وفرشت لك فراشا فقل عني حاجتي. സലീഖ പറയാണ് യൂസുഫ് നബിയോട്, വാ യൂസുഫേ, വാ യൂസുഫേ, നിനക്ക് വേണ്ടി ഞാൻ പട്ടുമെത്ത വിരിച്ചിരിക്കാണ്, ഇതിലേക്ക് പ്രവേശിക്ക്, എന്റെ ആഗ്രഹം നിറവേറ്റിത്താ. وراودته التي هو في بيتها عن نفسه وغلقت الابواب. ആരുമില്ല, ഒറ്റയ്ക്കാണ്, കതവ് അങ്ങോട്ട് അടച്ചു. അതുകൊണ്ടാ ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ. പെണ്ണുങ്ങന്മാരുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, ഭാര്യമാരായിട്ടിരിക്കുക, അല്ലാതെ പെണ്ണുങ്ങന്മാര് അന്യ പെണ്ണുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങളെ മനസ്സിലാവുന്ന നിങ്ങളങ്ങനെ പോയി അല്ലെ, നമുക്ക് ചുമ്മാ എന്തായാലും തോണ്ടാൻ തോന്നും, സ്വാഭാവികം അങ്ങനെയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് ഇരിക്കുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാൻ തോന്നും, പിന്നെ ഒന്ന് മെസ്സേജ് വിടാൻ തോന്നും. ഇതൊക്കെ ശൈത്താൻ ഇടയ്ക്ക് ഒരു ബ്ലൂടൂത്ത് ആയിട്ട് ശൈത്താൻ വരും. കണക്ട് ആണ് ഈ ഏറ്റവും വലിയ ശൈത്താൻ. ബ്ലൂടൂത്ത് ശൈത്താനാണ്, കണക്ട് ആക്കി തരും. നമ്മൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണല്ലോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, ഒറ്റയ്ക്ക് നീയും അന്യ പെണ്ണുമായി തനിച്ചിരിക്കരുത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ഇല്ലാ വസാലിസുഹുമാ ശൈത്താൻ. അല്ലാഹുവാണ് സത്യം, മൂന്നാമനായി അവിടെ പിശാച് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയാണ്, അവിടെ ഇനി ആരായാലും നമ്മളായാലും ഒക്കെ കുടുങ്ങി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള സമയം വരെ സൂക്ഷിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അകത്തേക്കാറ്റി കഥവടച്ച് യൂസുഫിനെ ഓടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. പ്രവാചകനായതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ. നമ്മളിപ്പോ നമ്മുടെ ബാല്യക്കാരൊക്കെ ഓർക്കും, അമ്മക്കൊന്നും അങ്ങനെ ചാൻസ് കിട്ടി, നമ്മളെവിടെ ഓടാൻ? നമ്മളെങ്ങും ഓടൂല, ഓള് വിളിക്കുന്നിടത്തേക്ക് തന്നെ നമ്മൾ ഓടുള്ളൂ, വേറെ എങ്ങോട്ടേക്ക് നമ്മൾ ഓടൂല. അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി ദുആ ഇറക്കല്ലേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടാൻ. എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? ലൗലാ അർആ ബുർഹാന റബ്ബി. നമ്മൾ എന്തിനാണ് ഈ മഹാന്മാര് സ്വാലിഹീങ്ങളൊക്കെ ആയിട്ട് ഒരു ബന്ധം? ഈ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുമ്പോ നമ്മൾ ഈ ദർസ് അറബിക് കോളേജിലൊക്കെ പഠിക്കുമ്പോ നമുക്ക് സനദ് കിട്ടുമല്ലോ. ആ സനദ് എന്താണ് സംഭവം? എന്താണത്? അത് നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാർ എന്റെ ഉസ്താദിൽ നിന്ന് അവസാന നിബിധങ്ങളിലെത്തും. ആ സനദാണ് നമ്മളെ ഇപ്പൊ പഠിപ്പിച്ച ഉസ്താദ്. ഹാസിമ നോക്കി നിൽക്കാതെ തങ്ങളെ വിളിച്ചോണ്ട് നീ നോക്കി അംഗക്കളരിയുടെ ബഹളം കേട്ടതൊന്നും അല്ലായിരുന്നല്ലോ. അംഗക്കളരിയുടെ ചർച്ച 11 മണിക്ക് ഉസ്താദ് നിർത്തണം, ദുആ ഇറക്കണം, 12 മണിക്കെല്ലാം മണി 12 ആയി. 1 മണിക്ക് വെച്ചാൽ മതി, ഞാൻ 1 മണി പ്രസംഗിക്കാം, ഞാൻ റെഡി. എന്റെ വിഷയം 2 ദിവസമായാലും തീരൂല്ല, 2 ദിവസമായാലും തീരൂല്ല. 12 ഉപദേശ നിബിധങ്ങൾ നൽകി ഭാര്യമാർക്ക്. 12 ഉപദേശം അല്ലെ, 3 4 എന്തേ പറഞ്ഞു. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്, യൂസുഫേ വാ, എന്റെ ആഗ്രഹം നിറവേറ്റത്. സലീഖ പറഞ്ഞപ്പോ യൂസുഫെ പറഞ്ഞ വാക്കെന്താ? ഖാല മഅദല്ലാഹ്, ഖാല മഅദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ.
എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലൗലാ റആ ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ബുർഹാൻ, ആധാരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു ബുർഹാൻ, ഒരു തെളിവ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകുമായിരുന്നു. എന്താണ് ആ തെളിവ്? എന്താണ് ആ തെളിവ്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കതാണ്, ഞാനും സുലൈഖായി ഒറ്റയ്ക്കാണ്. ആ തനിച്ചിരിക്കുമ്പോ അവൾ എന്നെ പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഞാൻ കുതറിയോടി. പക്ഷെ അല്ലാഹു എന്നെ സഹായിച്ചത് എങ്ങനെ? ലൗലാ അർആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. അല്ലാഹു അങ്ങനെയാണ് നീചവും നികൃഷ്ടവുമായ സ്വഭാവത്തിൽ നിന്ന് തട്ടിക്കളയുന്നത്. ആരോ ഒരശരീരി കേൾക്കുകയുണ്ടായി, ഒരു രൂപത്തിൽ അവിടെ വന്നു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയുണ്ടായി, യാ യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. അല്ലാഹു അക്ബർ വലില്ലാഹി. ഇത്രയും സമയം 2 മണിക്കൂർ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ വേണ്ടി തങ്ങളെ അവിടെ കിടത്തി അല്ലപ്പാങ്ങൽ ഉറക്കി. കറക്റ്റ് 10 മണിക്ക് പ്രസംഗം തുടങ്ങിയിട്ട് 12 മണി വരെ. ഇനിയിപ്പം കൊടുക്കാം സമയമായി. ഞാൻ നിർത്താം. ഇനിയിപ്പോ ഇത് വിശദീകരിച്ചുകൊണ്ടാൻ പറ്റൂല. അപ്പൊ ആരോ അത് അശരീരി പറഞ്ഞു കൊടുത്തു, സനത് ഓതിക്കൊടുത്തു. സനത് ഓതിക്കൊടുത്തു. എന്തേ? യാക്കൂബിന്റെ മകൻ യൂസുഫ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ് എന്ന് പറഞ്ഞ ആരോ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയിരുന്നു. ആ ഒരു ബുർഹാൻ ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇതിൽ കുടുങ്ങുമായിരുന്നു. അതിനാണ് ഈ സനദ് എടുക്കുന്നത്. ആലിമീങ്ങളും മഹാന്മാരുമായിട്ടുള്ള ഒരു ബയ്യത്ത്, സുഹബത്ത് എന്നൊക്കെ പറയുന്നത് അതിനാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചിന്ത വരും, ആ ഒരു ഓർമ്മ വരും, ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അതിനാണ് ആ ബന്ധം. അതിനാണ് ഔലിയാക്കളുമായിട്ടുള്ള ബന്ധം, ശുഹദാക്കളുമായിട്ടുള്ള ബന്ധം, സാലിഹ്യങ്ങളുമായിട്ടുള്ള, ആരിഫ്യങ്ങളുമായിട്ടുള്ള, മഹാന്മാരുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിന് എന്തിനാണത്? ദുനിയാവിൽ പൈസ ഉണ്ടാക്കാനല്ല, ആഖിറത്തിൽ നമ്മൾ തെറ്റിലേക്ക് പോകും. പെട്ടെന്ന് നമ്മുടെ ഉസ്താദുമാരെ ഓർക്കുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് ഓർക്കുന്നു. അത് എവിടെ ചെന്നെത്തുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ചെന്ന് ആ സനദ് എത്തുകയാണ്, അവസാനിക്കുന്നത്. അതാണ് ആ സനദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇജ്തഹിദി സുമ്മ ഇജ്തഹിദി ഫഇന്നഹുന്ന സവാഹിബാതു യൂസുഫ. നിങ്ങളൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുടിക്ക പെണ്ണുങ്ങളാണ്, അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിക്കണേ, നല്ലപോലെ സൂക്ഷിക്കണേ. ശരി തന്നെയാണ്. നമ്മളൊക്കെ ഒരുപാട് പറയാനുണ്ട് ഈ വിഷയത്തില്. നമ്മുടെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ മക്കളെ, പെൺമക്കളെയൊക്കെ ദൂരോട്ടൊക്കെ പഠിപ്പിക്കാൻ അയക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. ഇന്നലെ ഞാൻ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ നാട്ടുകാരിയായ ഒരു പെണ്ണിനെയും ഒരു അന്യപുരുഷന്റെ ഇത് ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ദൂരോട്ടൊക്കെ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ വിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിതൊക്കെ നോക്കി നിൽക്കാവുന്നുള്ളതല്ലാതെ നമ്മൾ പോയിട്ട് ഇടയ്ക്ക് അവിടെ മസലഹത്താക്കാനും സോപ്പിടാനും പോയാല് അമ്മക്കെതിരെ പോക്സോ ചുമത്തിക്കളയും. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടൂല. നീന്റെ പാട്ടിന്റെ ആരെ കൂട്ടിട്ട് പോകും. ട്രെയിനിൽ നിന്ന് വരുന്നത് വരെ ഒരാൾ നോക്കി നിൽക്കുന്നു, ട്രെയിനിൽ നിന്ന് വരുന്നു, കൂട്ടിയിട്ട് പോകുന്നു, രണ്ടുപേരും മൊബൈൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ ഈ സംസാരവും ഈ കുലുക്കവും കാണുമ്പോ അറിയാം ഇത് രണ്ടും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളത്. അങ്ങനെയാണ് പിടിക്കുന്നത്. നമ്മൾ അങ്ങനെല്ലാം പിടിക്കാൻ എന്തല്ല ഇത്ര വലിയ കറാമത്തൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടു. നമ്മൾ ഇവിടുന്ന് വന്ന പെണ്ണുങ്ങന്മാരോട് സൂക്ഷിക്കണം. ഞാൻ ഇവിടുന്ന് പോയ ട്രെയിനിലാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചാൽ നല്ലതാണ്. സഹോദരിമാരെ, നമ്മുടെ മക്കളെയൊക്കെ ദൂരോട്ട് പഠിപ്പിക്കാൻ വിടുമ്പോ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കാൻ. കാലഘട്ടം വളരെ മോശമാണ്. നമ്മുടെ മോള് പിഴച്ചാല് നാളെ ആഖിറത്തിൽ വാപ്പാക്ക് ഉമ്മാക്ക് തല്ല് കിട്ടും, നല്ല അടി കിട്ടും.
അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കട്ടെ, സാലിഹത്തുകളാകട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു സാലിഹത്തുകളാക്കട്ടെ, നമ്മളെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ, സാദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, ഞങ്ങളെ നീ പിഴപ്പിക്കല്ലേ അള്ളാഹുവേ. ഞങ്ങളുടെ മോശമായ സ്വഭാവം നീ പൊരുത്തപ്പെട്ട് മറച്ചു വെക്കണേ പടച്ചവനെ, ജനങ്ങളുടെ മുന്നിൽ നീ ഐബാക്കല്ലേ പടച്ചവനെ. ചുറ്റുവട്ടാരത്തിൽ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, സാലിഹീങ്ങളായ മനുഷ്യർ അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്റെ റഹ്മത്തിന്റെ മലക്കൾ വിന്യസിക്കുമെന്നല്ലേ പടച്ചവനെ. ഞങ്ങൾ അവരെയൊക്കെ സാക്ഷ്യപ്പെടുത്തി ഈ ദുനിയവി ഉഖ്റവി ഐബിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹുവേ. അടുത്ത മാസം 23-ാം തീയതി റമളാനാണ്, ബദരീങ്ങളുടെ ദിവസമാണ്. റമളാൻ 17-നാണ് ന്യൂനപക്ഷത്തെ നീ വിജയിപ്പിച്ചത് ഭൂരിപക്ഷത്തിന്റെ മുന്നിൽ അല്ലാഹുവേ. അതേപോലെ ഞങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഇന്ത്യ രാജ്യത്ത് മനസ്സമാധാനമുള്ള ഒരു ഭരണാധികാരികളെ നീ തരണേ പടച്ചവനെ അല്ലാഹുവേ. ആ പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിച്ച് ആ 17-ന്റെ ദിവസം തന്നെയാണല്ലോ അത് എണ്ണുന്നത് അല്ലാഹുവേ. ആ ദിവസത്തിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ആ നോമ്പ് തുറക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത കേട്ട് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ അല്ലാഹുവിനെ തൗഫീക്ക് തരണേ പടച്ചവനെ. ഞങ്ങളെ നീ ദുഃഖത്തിൽ ആഴ്ത്തല്ലേ അല്ലാഹ്. ഈ സാലിഹീങ്ങളെ സാക്ഷ്യപ്പെടുത്തി, മഹാന്മാരെ സാക്ഷ്യപ്പെടുത്തി നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ, ഞങ്ങളെ നീ പീഡിപ്പിക്കല്ലേ അല്ലാഹ്, ഭീഷണിപ്പെടുത്തല്ലേ അല്ലാഹ്, വേദനിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചവനെ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പടച്ചവനെ. ഭരണകൂടങ്ങളെല്ലാം ഞങ്ങൾക്കെതിരെ റഹ്മാനെ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരാണ് അല്ലാഹുവേ. ഈ മണ്ണിൽ ജീവിച്ചവരാണ്, ഈ മണ്ണിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവേ, സ്വസ്ഥമായി സന്തോഷത്തോടെ സമത്വത്തോടെ സൗഹാർദ്ദത്തോടെ നന്മകൾ ചെയ്ത് അല്ലാഹുവേ നിന്റെ പൊരുത്തത്തോടുകൂടി കലിമത്തു ഷഹാദ ഉറക്കച്ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ പടച്ചവനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் എത്തിയിട്ടുണ്ട്. ചെറിയ ഉപദേശം, അതിനുശേഷം ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ ദുആയുണ്ട്. ആ ദുആ കഴിഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്തിട്ടേ പോകാവൂ. ഞാൻ ഇൻഷാ അല്ലാഹ് നേരത്തെ പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും നമുക്കും വേണ്ടി ദുആ ചെയ്യണം. ഇനിയും നമുക്ക് കാണാം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ കോട്ടിക്കുളത്ത് ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. കോട്ടിക്കുളം, ബേക്കല്, ഹദ്ദാദ് നഗർ, പൂച്ചക്കാട്, ഇവിടെ എല്ലാം നമ്മുടെ ആളുകൾ തന്നെയാണ് ഇരിക്കുന്ന എല്ലാം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ബന്ധം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഫിളായ കുട്ടിക്ക് ഒരു മെമന്റോ ഉണ്ട് ഇൻഷാ അല്ലാഹ്, അതും കൂടെ കൊടുത്തിട്ട്. മുഹമ്മദ് മുസ്ലിയാർ പോയ അൽഹംദുലില്ലാഹ്. ഒരുപാട് തങ്ങന്മാരും ഉസ്താദന്മാരും എല്ലാം ഇവിടെ ഉണ്ട് അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ്, അദ്ദേഹം വലിയ ആലിമ്യങ്ങൾ, നമ്മുടെ മശായിഖന്മാരും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു തആല ആഫിയത്ത് ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദന്മാരൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള മഹാനാണ്. അങ്ങനെയുള്ള ബന്ധത്തിന്റെ പേരിലാണ് പല ആലിമ്യങ്ങളുമായിട്ടും തങ്ങന്മാരുമായിട്ടും ഒക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബന്ധങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങൾ, വ്യക്തിപരമായിട്ട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പ്രവാസികളായി ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടിക്കുളം ഹനീഫ സാഹിബ്, നമ്മുടെ കിസ്വയുടെ പരിപാടിക്കെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കടകൾക്കും എല്ലാം ഖൈറും ബർക്കത്തും നൽകട്ടെ. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗക്കളർ റഫീഖ് സാഹിബ് ശ്വാസം പിടിച്ചു കിടന്ന സമയത്ത് ഞങ്ങൾ കണ്ട് പടച്ചവനെ നമ്മൾ പേടിച്ചു പോയി അടിച്ചു പോകുന്നു. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുത്ത് വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഒരു. കാരണം നമുക്ക് വലിയ വിഷമമായി പോയി. എപ്പോ ഒരു പ്രഭാഷണത്തിന് വന്നാലും രംഗത്ത് ഇങ്ങനെ നിൽക്കും. എല്ലാ ഉസ്താദന്മാരെ വിളിച്ചോണ്ട് വരാനും കൊണ്ടുപോകാനും. ഇന്ന് തന്നെ രാവിലെ മുതലേ വിളി. അവസാനം ഞാൻ ദേഷ്യപ്പെട്ടു.
ഞാൻ ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ചൊടിക്കല്ല ഞാൻ പറഞ്ഞു ചൊടിക്കല്ല, ഞാൻ അങ്ങോട്ടേക്ക് വരല്ലേ, നിങ്ങൾ വിളിയോടെ വിളിയാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം ആളിനെ കൊണ്ടുവിടെ ഏൽപ്പിക്കാം. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഖാസിം സാഹിബ്, ഖാസിമിന്റെ പിറകെ കൊണ്ടുപോലെ നമ്മളായിട്ടൊക്കെ ഒരു ബന്ധമുള്ളവരാണ്. ഒരുപാട് പേര് നമ്മുടെ ഈ കോട്ടിക്കുളത്ത് അൽഹംദുലില്ലാഹ് നമുക്ക് ബന്ധമുള്ള വ്യക്തിപരമായിട്ട് നമ്മളോട് സഹകരിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബന്ധം, സ്നേഹബന്ധം മരിക്കുവോളം അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന നമ്മുടെ അടുക്കത്ത് പോയല്ലേ ഖാദർ സാഹിബ്, അദ്ദേഹമാണ് എപ്പോഴും ഇവിടെ വന്നാലും പാവം ഇത്രയും സമയം എവിടെയും കൂടെ വരികയും കൊണ്ടുപോവുകയോ വരികയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ആഫിയത്ത് നൽകട്ടെ. കുടുംബിനിയുടെ രോഗത്തിന് പരിപൂർണമായ ശിഫാ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ. ഉമ്മ സുഖമില്ലാതിരിക്കണം, ആ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. കൊണ്ടുവന്നോ ഉസ്താദേ?